നട്ടെല്ല് നിവർത്തിയിരിക്കുക, കണ്ണുകൾ അടയ്ക്കുക, മറ്റ് ചിന്തകളൊക്കെ ഉപേക്ഷിക്കുക. ചിന്മുദ്രയിൽ വയ്ക്കുക, കൈകൾ മടിയിൽ വയ്ക്കുക. ഒരു 5 പ്രാവശ്യം സാധാരണഗതിയിൽ ശ്വാസം എടുത്ത് വിടുക. മറ്റൊന്നും ശ്രദ്ധിക്കേണ്ട, ഫോഴ്സൊന്നും വേണ്ട, റിലാക്സ് ആയിട്ടിരിക്കുക, നട്ടെല്ല് നിവർത്തിയിരിക്കുക. ശ്വാസഗതി സാധാരണ പോലെ തന്നെ ഒരു 5 പ്രാവശ്യം ശ്വാസം എടുത്ത് സാവകാശം വിടുക. ധ്യാനം കഴിയുന്നവരെ കണ്ണുകൾ തുറക്കരുത്. കൈകൾ തൊഴുതു പിടിക്കുക. പെരുവിരൽ രണ്ടും തൊണ്ടക്കുഴിയിൽ ചേർത്ത് വയ്ക്കുക. തൊണ്ടക്കുഴിയോട് ചേർത്ത് തൊഴുതു പിടിക്കുക. പഞ്ചപ്രണവം. ശുക്ലാം വരദരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഓം ശാന്താകാരം ഭുജഗശയനം പദ്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗവിധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭയകരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശാന്തി ശാന്തി ശാന്തി. കൈകൾ രണ്ടും പുറകോട്ട് കെട്ടുക. തല കുമ്പിട്ട് ഗുരുപ്രണാമം. കാർപ്പണ്യദോഷോപഗത സ്വഭാവക വൃക്ഷാമുത്താം ധർമ്മസമൂഢചേതക യശ്രേയസ്യ നിശ്ചിതം ബ്രൂഹിതന്മേ ശിഷ്യസ്തേഹം ശാതിമാം താം പ്രപന്ന. ഗുരുപ്രണാമം. ശ്വാസം എടുത്തുകൊണ്ട് നിവർന്നിരിക്കുക. കൈകൾ രണ്ടും കൂട്ടിത്തിരുമ. 3 പ്രാവശ്യം കൂട്ടിത്തിരുമ. ചൂട് ആകുന്നത് വരെ തിരുമണം. അത് 2 പ്രാവശ്യം മുഖത്ത് കമഴ്ത്തി വയ്ക്കുക. വീണ്ടും തിരുമ. 3-ാമത്തെ പ്രാവശ്യം മുഖത്ത് കമഴ്ത്തി വെച്ച ആ ചൂട് കണ്ണുകൾക്ക് പകർന്നു നൽകിയ ഒപ്പം തന്നെ ശിരസിലും മുഖത്തും ശരീരമാകമാനം തലോടിക്കൊണ്ട് ചിന്മുദ്രയിലേക്ക് തന്നെ മടങ്ങി വരിക. പതുക്കെ പതുക്കെ കണ്ണുകൾ തുറക്കുക. പിന്നെ സാധാരണ പോലെ റിലാക്സ് ആയിട്ടിരിക്കുക. കർമ്മയോഗത്തില് നമ്മൾ 15 ശ്ലോകങ്ങളാണ് ഇന്നലെ വരെ കണ്ടത്. അതൊന്ന് പാരായണം ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. അത് തൃതീയോധ്യായ കർമ്മയോഗ. അർജുന ഉവാച ജായസി ചേത്കർമ്മണസ്തേ മഥാ ബുദ്ധിർജനാർദ്ദന തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവാം വ്യാമിശ്രേണ വാക്യേന ബുദ്ധിം മോഹയസീവ മേ തതേകം വദ നിശ്ചിത്യ ഏന ശ്രയോഹമാപ്നയം. ശ്രീ ഭഗവാനുവാച
ലോകേ അസ്മിൻ ദിവിധാ നിഷ്ഠ പുരാ പ്രോക്ത മയാ നഘ ജ്ഞാനയോഗേന സംഖ്യാനാം കർമ്മയോഗേന യോഗിനാം ന കർമ്മണാം അനാരംഭാത് നൈഷ്കർമ്മ്യം പുരുഷനോസ്മിത ന ച സന്യസനാദേവ സിദ്ധിം സമധിഗച്ഛതി നഹി കശ്ചിക്ഷണമപി ജാതുധിഷ്ഠത്യ കർമ്മകർ കാര്യദേഹ്യവശകർമ്മ സർവപ്രകൃതിജൈഗുണൈ കർമ്മേന്ദ്രിയാണി സംയമ്യ യാസ്തേ മനസ്സസ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാരസ്സ ഉച്യതേ യസ്തേന്ദ്രിയാണി മനസാ നിയമ്യാരപതേ അർജുന കർമ്മേന്ദ്രിയൈ കർമ്മയോഗം അസക്തസ്സ വിശിഷ്യതേ നേതം കുരു കർമ്മത്വം കർമ്മജായോഗ്യകർമ്മണ ശരീരയാത്രാപിജതേ ന പ്രസിദ്ധേത കർമ്മണാം യജ്ഞാർത്ഥാർ കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനക തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗസമാചരാം സഖയജ്ഞ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതി അനേന പ്രസവിശ്വത്വം ഏഷവോസ്തിഷ്ഠകാമതൽ ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തു വാഹ പരസ്പരം ഭാവയന്തഃ ശ്രേയപരമവാപ്സ്യതാം ഇഷ്ടാൻ ഭോഗാൻ യോ ദേവാ ദാസ്യന്തേ യജ്ഞഭാവിതാഃ തൈദർത്ഥാനപ്രതായേഭ്യോ യോ ഭുങ്ക്തേസ്തേന ഏവ സാ യജ്ഞശിഷ്ടാസിനാസന്തോ മുച്യന്തേ സർവകിൽബിഷൈ മുച്യതേ തേതകം പാപ ഏ പചന്ത്യാത്മകാരണാൽ അന്നാൽ ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവ യജ്ഞാൽ ഭവതി പർജന്യ യജ്ഞകർമ്മസമുദ്ഭവ കർമ്മ ബ്രഹ്മോത്ഭവം വിദ്ധി ബ്രഹ്മാക്ഷരസമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. ഇനി 16-ാമത്തെ ശ്ലോകം. പ്രപഞ്ചത്തിലെ എല്ലാവിധ പ്രവർത്തനങ്ങളും യജ്ഞം എന്ന പദത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ നല്ലതാണ്. അതായത് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി മുതൽ അതിൻ്റെ പരിപാലനം, സംഹാരം, എല്ലാം അവസ്ഥാത്രയം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ സൃഷ്ടിയുടെ വ്യവഹാരം, ഈശ്വരൻ്റെ സിസ്റ്റം സഹയജ്ഞ ഭാവന സഹിതമായിട്ടാണ് നടക്കുന്നത്. അറിഞ്ഞോ അറിയാതെയോ എല്ലാവരും ഈ സൃഷ്ടിയിൽപ്പെട്ടിട്ടുള്ള എല്ലാ ഘടകങ്ങളും പരസ്പരം ഭാവയന്തക സഹയജ്ഞ ഭാവനയോടുകൂടി തന്നെയാണ് യജ്ഞഭാവന സഹിതമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഈ ലോകം നടക്കില്ല. എത്ര സ്വാർത്ഥത കാണിക്കുന്നവരായാലും 100% അവർക്ക് സ്വാർത്ഥരാകാൻ സാധ്യമല്ല. കാരണം വ്യവസ്ഥിതി എങ്ങനെ. അതുകൊണ്ട് ഏവം പ്രവർത്തിതം ചക്രം നാനു വർത്തയധീഹയ ഇന്ദ്രിയ അഖായുരിന്ദ്രിയാരാമോ മോഖം പാർത്ഥ സജീവതി. ഇതൊരു പ്രോസസ്സാണ്. അതായത് ഈശ്വര സർവഭൂതാനം 18-ാം അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ ഭഗവാൻ ഒന്നുകൂടെ വ്യക്തമാക്കുന്നുണ്ട്. ഈശ്വര സർവഭൂതാനാം ഹൃദയേഷു അർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയ. ഈ മായ തന്നെ ആണ് ഈ സഹയജ്ഞ ഭാവനയെ സൃഷ്ടിച്ച് നമ്മളെ നിലനിർത്തുന്നത്. ആ മായ നമ്മൾ സ്വാർത്ഥകാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ഈ സഹയജ്ഞ ഭാവനയിൽ നിന്ന് പുറത്തു പോകുന്നത്. അതാണ് നമുക്ക് ദുഃഖത്തെയും പ്രശ്നങ്ങളും പ്രാരാബ്ധമൊക്കെ ഉണ്ടാക്കുന്നത്. അതറിയാൻ സംഭവിക്കുന്ന ഈ മായക്ക് തന്നെ 2 ഭാവമുണ്ട്. അതാണ് പറയുന്നത് സർവ ഏവം പ്രവർത്തിതം ചക്രം. ഇപ്പം യന്ത്രത്തെ പോലെ നമ്മളെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. യന്ത്രാരൂഢാനി മായ എന്ന് പറഞ്ഞേക്കണേ. അപ്പൊ ഈ യന്ത്രത്തെ പോലെ നമ്മളെ പ്രവർത്തിപ്പിക്കുന്ന ചുറ്റിക്കറങ്ങുന്നത് ഈ മായയുടെ ഒരു പ്രഭാവം തന്നെയാണ്. ഈ മായയുടെ സൃഷ്ടിയും ഈശ്വരൻ തന്നെയാണ്. അപ്പൊ ഈ മായ ആയതുകൊണ്ടാണ് നമുക്ക് അത് യഥാർത്ഥത്തിൽ മനസ്സിലാകാതെ പോകുന്നതെന്നാണ്. ഈ സ്വാർത്ഥത വന്നാൽ ആ മായ സ്വാർത്ഥതയിൽ പിടിക്കും, അതും ഇട്ട് ചുറ്റി കറക്കും. സ്വാർത്ഥതയുടെ പിന്നാലെ ഇട്ട് ചുറ്റി കറക്കിക്കും. അപ്പൊ ഇതൊരു ചക്രം തിരിയുന്ന പോലെ തന്നെയാണെന്നാണ് ഇവിടെയും ഭഗവാൻ പറയുന്നത്. ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തി അധീഹയ അഖായുരിന്ദ്രിയാരാമോ മോഖം പാർത്ഥ സീതവി. ഹേ പാർത്ഥ, അല്ലയോ അർജുന, ഏവം പ്രവർത്തിതം ചക്രം, ഇങ്ങനെ പ്രവർത്തിക്കുന്ന ചക്രത്തെ യാ ഇഹ ന, യാതൊരുവൻ ഈ ലോകത്തിൽ അനുവർത്തി യതി,
ഏതൊരുവൻ ഈ ലോകത്തിൽ അനുവർത്തിക്കുന്നില്ലയോ, അനുവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് അനുസരിക്കുക എന്നർത്ഥം. അനുവർത്തിക്കുന്നില്ലയോ അഖായു ഇന്ദ്രിയാരാമോ, ആയുസ്സും ഇന്ദ്രിയാരാമനായിരിക്കുന്ന, അതായത് ഇന്ദ്രിയ ഭോഗസുഖങ്ങളിൽ രമിക്കുന്നവനായിരിക്കുന്ന അവൻ പാപമായ ആയുസ്സോടുകൂടിയവൻ, സമോഘം ജീവതി, അവൻ വ്യർത്ഥമായി ജീവിക്കുന്നു. ഇഹത്തിലും പരത്തിലും പ്രയോജനമില്ലാതെ ജീവിക്കുന്ന അർത്ഥം. അത് തന്നെ അതും ഒരു മായയാണ്. അതായത് അല്ല അർജുന, ഇപ്രകാരം പ്രവർത്തിക്കുന്ന യജ്ഞചക്ര കർമ്മത്തെ, ഇത് പ്രകൃതിയുടെ സിസ്റ്റം കൊണ്ട് തന്നെ സർവപ്രകൃതി ജൈഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ യജ്ഞചക്ര കർമ്മം ഓട്ടോമാറ്റിക്കായിട്ട് ഇത് പ്രവർത്തിച്ചുകൊണ്ടായിരിക്കണം. അതിനോട് ചേരാതിരുന്നാൽ, യാതൊരുവൻ അനുവർത്തിക്കില്ല എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതിയുടെ സിസ്റ്റത്തോട് ചേരാതെ പ്രവർത്തിച്ചാൽ ഇല്ലേ ജീവിച്ചാൽ, അത് അനുസരിക്കുന്നില്ല, അതനുസരിച്ച് നമ്മൾ ജീവിക്കാതിരുന്നാൽ, പ്രകൃതിയോട് ചേർന്ന് പ്രകൃതിയുടെ സിസ്റ്റത്തോട് ചേർന്ന് യജ്ഞകർമ്മ ചക്രത്തെ പ്രകൃതി ഈശ്വരൻ തിരിക്കുന്ന സഹയജ്ഞ ഭാവനയോടെ നിലനിർത്തിക്കൊണ്ട് അതിനെ സൃഷ്ടിയുടെ വ്യവഹാരത്തിൽ അവസ്ഥാത്രയം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതേ പ്രോസസ്സിനോട് ചേർന്ന് നിൽക്കണം, ചേർന്ന് ജീവിക്കണം. അതായത് പ്രകൃതിയും പുരുഷനും യോജിപ്പിച്ച് വേണം പ്രവർത്തിക്കാൻ. നമുക്ക് രണ്ട് ശക്തിയും തുല്യമായിട്ട് തന്നിട്ടുണ്ട്. 50% ദൈവിക സമ്പത്തും 50% ആസുരി സമ്പത്തും. ഇത് രണ്ടും കൂടെ ചേർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ഈ സഹയജ്ഞ ഭാവന നിലനിൽക്കൂ. അതിനാണ് ഈ യജ്ഞകർമ്മ ചക്രത്തെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ ചേർത്ത് പ്രവർത്തിക്കണം എന്ന് പറയുന്നത്. അത് അനുവർത്തിക്കാതിരുന്നാലോ പാപരൂപമായ ആയുസ്സോടുകൂടി ഇന്ദ്രിയ വിഷയങ്ങൾ രമിക്കുന്നവനുമായിരിക്കുന്ന അവൻ ജീവിതം വ്യർത്ഥമാക്കുകയാണ്. 99% മനുഷ്യരും ഇങ്ങനെ ആണ് ജീവിതം വ്യർത്ഥമാക്കിക്കൊണ്ട് വീണ്ടും വീണ്ടും ജനിക്കാനിട വരുന്നത് ഈ യജ്ഞചക്ര കർമ്മത്തെ യഥാവിധി ചലിപ്പിക്കാത്തത് കൊണ്ടാണ്. അതായത് ഈശ്വരനോട് ചേർന്ന് പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ് മനുഷ്യന്റെ ധർമ്മം. മനുഷ്യന് മാത്രമാണ് വിശേഷ ബുദ്ധി. ബാക്കി എല്ലാ ജീവജാലങ്ങളും സസ്യലതാദികളും സൂര്യനും ചന്ദ്രനും ഒക്കെ അതിനെ ഒരു ഭ്രമണപഥമുണ്ട്. അത് വിട്ടിട്ടൊന്നും അത് അല്പം പോലും സഞ്ചരിച്ചാൽ ലോകത്തിന് തന്നെ നാശം ഉണ്ടാവും, അല്ലേ? സൂര്യനോ ചന്ദ്രനോ ഭൂമിയോ സ്വയം കറങ്ങുകയും ചെയ്യും. ആ ഭ്രമണപഥത്തിൽ നിന്ന് അല്പം പോലും വ്യതിചലിക്കില്ല. മറ്റ് ജീവജാലങ്ങളാണെങ്കിൽ അതിൻ്റെ നേച്ചർ അനുസരിച്ച് മാത്രമേ അത് ജീവിക്കൂ. അതിന് വിശേഷ ബുദ്ധിയോ ഒന്നും പ്രവർത്തിതമല്ല. ഓട്ടോമാറ്റിക്കായിട്ട് ചക്രത്തെ അതിനും ഉണ്ട് സഹയജ്ഞ ഭാവനയും യജ്ഞ സിസ്റ്റമൊക്കെ. അത് അതേപടി തന്നെ ചെയ്യും. അതിനപ്പുറത്തെ പരിധി വിട്ടിട്ടൊന്നും ചെയ്യാൻ സാധ്യമല്ല. ഈ മനുഷ്യൻ മാത്രമാണ് വിശേഷ ബുദ്ധി ഉണ്ടെന്നുള്ള ഭാവത്തിൽ. വിശേഷ ബുദ്ധിയൊക്കെ ഉണ്ട്, പക്ഷേ അത് സ്വാർത്ഥ താല്പര്യത്തിന് ഉപയോഗിച്ചാൽ ഈ പരിധിക്ക് പുറത്തു പോകും. അതാണ് അനുവർത്തിക്കാതിരിക്കുക എന്ന് പറയുന്നത്. അപ്പം ഈ പ്രകൃതിയുടെ സിസ്റ്റത്തെ പോലും വികൃതമാക്കുന്നത് മനുഷ്യനൊരൊറ്റയാളാണ്. ഇന്ന് ലോകത്ത് 700 കോടി മനുഷ്യരില്ലാതിരുന്നെങ്കിൽ ഈ പ്രകൃതിയൊക്കെ സന്തുലനാവസ്ഥയിൽ യാതൊരു മാറ്റവും ഇല്ലാതെ അതേ സത്യയുഗത്തിലെ പോലെ തന്നെ നിലനിന്നിരുന്നേനെ. പക്ഷെ മനുഷ്യൻ പലതരത്തിലുള്ള സ്വാർത്ഥ ബുദ്ധി കൊണ്ടും സങ്കുച ബുദ്ധി കൊണ്ടും ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് പലതും കണ്ടുപിടിച്ചും അതൊക്കെ പ്രകൃതിയുടെ സന്തുലനാവസ്ഥയെ തെറ്റിച്ചുകൊണ്ടിരിക്കുക. അതാണ് അനുവർത്തിക്കാതെ ഇരിക്കുന്നത് കൊണ്ട് അവരുടെയൊക്കെ മനുഷ്യജന്മങ്ങളുടെയൊക്കെ ആയുസ് വ്യർത്ഥമായി പോവുക. ഇകത്തിലും പരത്തിലും പ്രയോജനമില്ല. സ്വയം നശിപ്പിക്കുന്ന വിധത്തിലുള്ള അണുബോംബൊക്കെ കണ്ടുപിടിച്ചിട്ട് വലിയ കേമത്താന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. അവനവനെ നശിപ്പിക്കും, ലോകത്തെ നശിപ്പിക്കാനുള്ള വസ്തു കണ്ടുപിടിച്ചിട്ടേ അത് വലിയ അച്ചീവ്മെന്റാന്ന് പറഞ്ഞിട്ടിരിക്കുക. അവനോണ്ട് തന്നെ ആയുസ് എപ്പോഴാ തീരാന്നറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ല. എന്നാൽ എത്ര പ്രാവശ്യം ഈ സിസ്റ്റത്തിന് വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ഭൗതിക വസ്തുക്കളുടെ കണ്ടുപിടുത്തവും അതും ഇതുമൊക്കെ അഭൗതിക നേട്ടങ്ങളൊക്കെ നമുക്ക് ജീവിക്കാൻ സൗകര്യങ്ങളൊക്കെ കൂടി അതൊക്കെ സംഭവിക്കുന്നു. പക്ഷെ അതൊന്നും ശാശ്വതമല്ല എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് എന്താ പറ്റുന്നേ? ഈശ്വരൻ സിസ്റ്റമാറ്റിക്കായിട്ടൊരു യജ്ഞകർമ്മ ചക്രത്തെ തിരിക്കാനുള്ള ഒരു പ്രോസസ്സ് നടത്തുന്നുണ്ട്. ആ ഇല്ലെങ്കിൽ ഭ്രമണപഥത്തിൽ നിന്ന് ഇല്ലെങ്കിൽ ആ സഹയജ്ഞ ഭാവനയുടെ ജീവിതക്രമത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കും. അത് പ്രകൃതിക്ക് തന്നെ ദോഷം ഉണ്ടാക്കും.
പ്രകൃതിക്ക് ദോഷമായ പ്രകൃതി വസ്തുക്കൾക്കും ജീവജാലങ്ങൾക്കൊക്കെ ദോഷമായി മാറുമല്ലോ. അപ്പം നമ്മൾ ഈ പുതിയ പുതിയ ആധുനിക ടെക്നോളജിയൊക്കെ കണ്ടുപിടിക്കുമ്പം ഈശ്വരൻ്റെ ആ പ്രകൃത്യാ ഉണ്ടാകുന്ന നശിക്കാതെ നിലനിർത്തുന്നതിന് ആവശ്യമായ കാലാകാലം നിലനിർത്തേണ്ടതായിരിക്കുന്ന ഒരു സഹയജ്ഞ ഭാവനയാൽ ഭഗവാൻ ഒരു സിസ്റ്റം നടപ്പാക്കിയിട്ടുണ്ട്. ഈ ലോകത്തെ സൃഷ്ടിച്ച് നിലനിർത്തി അത് കാലാകാലത്തിനനുസരിച്ച് സംഹരിക്കോ എന്ന് പറഞ്ഞാൽ പുനർ സൃഷ്ടിയാണ് അവിടെ നടക്കുക. പക്ഷേ അത് യജ്ഞകർമ്മ ചക്രത്തെ യഥാവിധി ചിരിക്കാതിരുന്ന എന്താ കുഴപ്പം? അത് ചെയ്യുന്ന വിശേഷ ബുദ്ധിയുള്ള മനുഷ്യൻ തന്നെ അവൻ്റെ വ്യർത്ഥമായ ആയുസ് പാഴാക്കുകയാണെന്നർത്ഥം. പിന്നെയും ജനിക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. അത് തന്നെയാണ് ജാതസ്യഹൈ ധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്യജ തസ്മാത് അപരിഹാരാർത്ഥേനത്വം ഭാതി. പരിഹാരമില്ലാത്ത വിഷയത്തെ പറ്റി ചിന്തിച്ച് ഇങ്ങനെ ജനിക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. രണ്ട് കാര്യങ്ങളാണ് ഭഗവാൻ കർമ്മയോഗത്തിൽ ഒരിക്കലും ചെയ്യരുതെന്ന് പറഞ്ഞത്. ഓർത്തിരിക്കുന്നുണ്ടോ? എന്താ പറഞ്ഞത്? മിഥ്യാചാരം ചെയ്യരുതെന്ന് പറഞ്ഞു. മിഥ്യാചാരം എന്ന് പറഞ്ഞാൽ എന്താ? കർമ്മേന്ദ്രിയാണി സംയമ്യ ആസ്തേ മനസ്സസ്മരേന്ദ്രിയാത്താം വിമൂഢാത്മാ മിഥ്യാചാര ശൗചതേ. വെറുതെ ഇരുന്നുകൊണ്ട് അതും ഇതും ചിന്തിച്ച് സമയം വ്യർത്ഥമാക്കരുത്. എന്ത് ചെയ്താലും യജ്ഞാർത്ഥമായിട്ടുള്ള ചിന്ത, വാക്ക്, പ്രവൃത്തിയൊക്കെ യജ്ഞാർത്ഥമായിരിക്കണം. നമ്മൾ അവനവൻ ആത്മസുഖത്തിനായി ചെയ്യുന്ന കർമ്മങ്ങൾ അപരനും കൂടി അല്പമെങ്കിലും സുഖം ഉണ്ടായിക്കോട്ടെ. അതാണ് യജ്ഞഭാവന എന്ന് പറയുന്നത്. ആ സഹയജ്ഞ ഭാവനയോടെ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. പ്രപഞ്ചത്തിലെ സിസ്റ്റം തന്നെ അങ്ങനെ പൂർണ്ണമായിട്ട് പുറത്തു പോകാൻ സാധ്യമല്ല. പക്ഷേ ഈശ്വരന്റെ സിസ്റ്റത്തെ അനുവർത്തിക്കാതിരുന്നാലോ അപ്പൊ നമ്മുടെ ജന്മം വ്യർത്ഥമാകും. വീണ്ടും വീണ്ടും ജനിക്കേണ്ടി വരും. പ്രാരാബ്ധം ഒന്നിനൊന്ന് കൂടിക്കൊണ്ടിരിക്കും. എന്ന് വരെ ഈ ബോധം ഉണ്ടാകുന്നില്ല അന്ന് വരെ ഈ ചക്രം അടിക്കേണ്ടി വരും. അതാണ്. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഇപ്രകാരം പ്രവർത്തിക്കുന്ന യജ്ഞകർമ്മ ചക്രത്തെ. എന്താണ് യജ്ഞകർമ്മയോഗം? അന്നത്തിൽ നിന്നാണ് ജീവികളിൽ നിന്ന് യജ്ഞകർമ്മം ഉണ്ടാകണം. യജ്ഞകർമ്മത്തിൽ നിന്നാണ് മഴയുണ്ടാകുന്നത്. ജലമാണ് എല്ലാ ജീവജാലങ്ങളുടെയും ജന്തുജാലങ്ങളുടെയൊക്കെ ജീവനെ നിലനിർത്തുന്ന ഏറ്റവും വലിയ സ്രോതസ്. പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സ്രോതസ്സാണ്. നമ്മുടെ അനുജന്മങ്ങൾക്ക് പോലും കാരണമായിരിക്കുന്നത് ജലമാണെന്നർത്ഥം. മനുഷ്യൻ ഇപ്പോഴും അന്വേഷിക്കുന്നതും, ഇപ്പൊ ചന്ദ്രനിൽ പോയാലും ചൊവ്വയിൽ പോയാലും ജലം ഉണ്ടോന്നാ നോക്കണേ. ജീവജാലം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ ജലമില്ലാത്തടത്ത് ജീവജാലം, അതായത് മത്സ്യത്തിന്റെ അവസ്ഥ, ജലത്തിൽ നിന്ന് മത്സ്യത്തെ എടുത്ത് പുറത്തിട്ടാൽ അത് പടഞ്ഞു മരിക്കും. അപ്പൊ നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് ആധാരമായിരിക്കുന്ന ജലമാണ്. ആ ജലത്തിന്റെ ബാലൻസിങ് നിൽക്കുന്നത് മഴയിലൂടെയാണ്. ആ മഴ പെയ്യ്ക്കുന്നതും പെയ്യ്ക്കാതിരിക്കുന്നതും ഭഗവാനാണ്. അത് പെയ്യണമെങ്കിൽ ഭഗവാന്റെ സാന്നിധ്യത്തിൽ ബ്രഹ്മ സാന്നിധ്യം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു യജ്ഞകർമ്മം ചെയ്യുമ്പോൾ അവിടെ ജലം വർഷിച്ചുകൊണ്ടായിരിക്കും ഭഗവാൻ ബ്രഹ്മത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കി തരിക എന്ന് പറയുന്നത്. ഭഗവാൻ തന്നെ ജലാധിവാസനാണല്ലോ. നാരായണൻ എന്ന് പറഞ്ഞാൽ തന്നെ ജലത്തിൽ വസിക്കുന്നവനർത്ഥം. അപ്പൊ നമ്മുടെ ശരീരത്തിൽ 1/2 ഭാഗം ജലമാണെങ്കിൽ ആ ജലത്തിലെ രസത്തിലെ ആ ജീവൻ നിൽക്കുന്നത്. ജലമില്ലെങ്കിൽ അതിൻ്റെ പെർസെൻറ്റേജ് കുറഞ്ഞാൽ തന്നെ നമുക്ക് പ്രശ്നമാവും. കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. ഈ ബാലൻസിങ് നിലനിർത്താൻ ഭൂമിയിൽ 1/2 ഭാഗം ജലം നിറച്ചിട്ടുണ്ട്. അതും കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ്. നമ്മുടെ ശരീരത്ത് കുറഞ്ഞാൽ നമുക്ക് ഭൂമിയിലെ ജലത്തിൽ നിന്നാണ്, ഭൂഗർഭ ജലത്തിൽ നിന്നോ ഇല്ലെങ്കിൽ ആ സോഴ്സ് നമുക്ക് കിട്ടുന്ന പുറത്തുനിന്നുള്ള ജലം എടുത്ത് കുടിക്കാം. ഇനി ഭൂഗർഭത്തിലെ ജലം കുറഞ്ഞാലോ? അതിനാണ് മഴ പെയ്യണത്. ആ മഴ പെയ്യണമെങ്കിൽ ഈ ജീവജാലങ്ങളിൽ നിന്ന് യജ്ഞകർമ്മ ചക്രം യഥാവിധി തിരിയണം എന്നർത്ഥം. അത് അനുവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അനുസരിക്കണം. അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ എത്ര പ്രകൃതിയെ വികൃതമാക്കാൻ ശ്രമിച്ചാലും നമ്മൾ തോന്നിയാസായ പ്രകൃതിയും തോന്നിയാസാവും. അല്ലേ? നമ്മൾ വാർഡ് തിരിച്ച് വികസനം നടപ്പാക്കുമ്പോൾ മഴ പെയ്യുന്നത് വാർഡ് തിരിച്ചാവും. ഇപ്പൊ സഹയജ്ഞ ഭാവന കൊണ്ട് ഈ കക്ഷിരാഷ്ട്രീയമൊക്കെ നോക്കിയിട്ടാണെങ്കിലും വികസനമൊക്കെ നടപ്പാക്കുന്നുണ്ടല്ലോ. വാർഡ് തിരിച്ചിട്ട് നടപ്പാക്കുമ്പം ആ യജ്ഞഭാവന അവിടെ വേണ്ട വിധത്തിലല്ല തിരിയുക. അപ്പം എന്താ വേണ്ടേ? അപ്പം വാർഡ് തിരിച്ച് മഴ പെയ്യും. നമുക്ക് തന്നെ അറിയാമല്ലോ. ഇപ്പോൾ ഒരു പ്രദേശം മഴ ഉണ്ടെങ്കിൽ അപ്പുറത്ത് പോയാൽ ഇവിടുന്ന് തന്നെ
ഈ ഞാനിപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് കുമ്പിടി പോയാൽ ചിലപ്പോൾ മഴ ഉണ്ടാവില്ല, അപ്പുറത്ത് ആനക്കര പോയാൽ മഴ ഉണ്ടാവില്ല, ഇവിടെ മഴ പെയ്യും. ഇനി അവിടെ പെയ്താലോ ഇവിടെ പെയ്യില്ല, വഴിയുടെ അപ്പുറത്ത് പെയ്യും ഇപ്പുറത്ത് പെയ്യില്ല. അപ്പൊ ഈ വേണ്ടത് പ്രകൃതിയുടെ സിസ്റ്റത്തെ പോലും വികലമാക്കുന്ന വിധത്തിൽ യജ്ഞചക്രത്തെ തിരിച്ചാൽ അത് വ്യർത്ഥമായി ഭവിക്കുന്ന പറഞ്ഞു. ഇപ്പൊ ഏതായാലും നമുക്ക് ഈ കൊറോണ വന്നപ്പോഴും ഇല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും ഭൂമികുലുക്കം, സുനാമി, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ലോകത്ത് എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കണേ. എന്താ കാരണം? അപ്പൊ എല്ലാവരും ചിന്തിച്ച് പറയാൻ പ്രകൃതിയിൽ നമ്മള് ഇപ്പൊ വന്യമൃഗങ്ങൾ വരെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. എന്താ കാരണം? അപ്പൊ പൊതുവേ ഒരു ചർച്ചയിൽ നമ്മളിപ്പോൾ ട്രെയിൻ യാത്രയിലോ ബസ്സിലോ തമ്മിൽ സംസാരിക്കുമോ ഇങ്ങനെയുള്ള ദുരന്തം എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പം എല്ലാവരും തമ്മിൽ പറയുന്നുണ്ട് ഈ പ്രകൃതി അനുസരിച്ച് പ്രകൃതിയെ വികൃതമാക്കുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്ന് എല്ലാവരും ചിന്തിക്കാനെങ്കിലും തുടങ്ങിയിട്ടുണ്ട്. ഈ ചിന്ത കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കും. ഈ തുടക്കം അതാ. ആദ്യം നമ്മൾ എന്ത് കാര്യം നടപ്പാക്കണമെങ്കിൽ നമ്മൾ ചിന്തയിൽ വരുമല്ലോ. അതാണല്ലോ പിന്നീട് അത് കർമ്മേന്ദ്രിയം കൊണ്ട് പ്രവൃത്തിയിലെത്തിക്കുന്നത്. അപ്പം ഇനി നമ്മൾ കലിയുഗം കഴിഞ്ഞാൽ പോകുന്ന കൃതായുഗത്തിലേക്കായിരിക്കും. അപ്പോഴത്തേനും ഈ ഓട്ടോമാറ്റിക് ഈ കൃത്രിമം വികസനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആധുനിക ടെക്നോളജിയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതെ വരും. അതിലേക്കുള്ള പോക്കാണ് ഇപ്പോഴേ ചിന്ത തുടങ്ങി. ഇനി കലിയുഗത്തിന്റെ എൻഡ് ആവുമ്പോഴത്തേനും കംപ്ലീറ്റ് ആ സത്യയുഗത്തിന്റെ പ്രതിഫലനങ്ങൾ കാണാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് കൃത്രിമത്വം എല്ലാം നശിക്കുന്ന അർത്ഥം. അവരവർക്ക് വേണമെങ്കിൽ അവരവർ തന്നെ ഉണ്ടാക്കി കഴിക്കേണ്ട അവസ്ഥ ഉണ്ടാവും. ഇപ്പോൾ ഓൺലൈനോ അല്ലെങ്കിൽ ഏത് തരത്തിൽ നമുക്ക് ഇവിടെ ഇല്ലെങ്കിൽ ആന്ധ്രയിലോ എവിടെയെങ്കിലും ഒക്കെ കൃഷി ചെയ്തിട്ടൊക്കെ കിട്ടുന്നുണ്ടല്ലോ. ഇനി ആ സിസ്റ്റം ഒക്കെ നീങ്ങും. നമ്മളിപ്പോൾ ടെക്നോളജി യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക് ഉണ്ട്, കറണ്ട് ഉണ്ട്, ഇതൊന്നും ഇല്ലാതെ വരും. കൃത്രിമത്വം ഒന്നും നടക്കാത്തൊരവസ്ഥയിലേക്ക് വരും. അപ്പൊ അവരവർക്ക് പണ്ട് സത്യയുഗത്തിൽ എന്തായിരുന്നു, അവരവർക്ക് വേണ്ടുന്ന എവിടെ നിന്നാണോ തേടിപ്പിടിച്ചിട്ട് ഭക്ഷണം വിശക്കുന്നവർ ഭക്ഷണം കഴിച്ചിരുന്നു. അങ്ങനെ ഒരു പ്രകൃതിയുടെ സിസ്റ്റത്തിലേക്ക് തിരിച്ചു വരുന്ന. അപ്പൊ അത്രയും ഇതിനിടയ്ക്ക് ഇപ്പൊ ഈ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണം ഈ ഭഗവാന്റെ സിസ്റ്റത്തിൽ നിന്ന് വ്യതിചലിച്ചു, അതായത് പ്രകൃതി വിരുദ്ധമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പം ഇപ്പോൾ അധികം മനുഷ്യരുടെയും ആയുസ്സും വ്യർത്ഥമായിക്കൊണ്ടിരിക്കുക. ഉദ്ദേശിച്ച കാര്യം പോലും ഒരു ആയുസ്സത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റാതെ വരിക. അതാണ് ആയുസ് വ്യർത്ഥമാക്കുക. നമ്മൾ ലക്ഷ്യമിട്ട കാര്യം പോലും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാതിരിക്കുക എന്നുള്ളത് അതാണ്. അപ്പൊ ആയുസ് വ്യർത്ഥമാണ്. എന്നാൽ ആരാണോ അനുസരിക്കുന്നത് അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഭഗവാൻ ഇവിടെ നമുക്ക് ക്ലാരിഫൈ ചെയ്ത് തരുന്നുണ്ട് കർമ്മയോഗത്തിൽ തന്നെ. അപ്പൊ യസ്തു ആത്മാരെതിരേവ സ്യാത് ആത്മതൃപ്തശ മാനവ ആത്മന്യേവച സന്തുഷ്ട തസ്യകാര്യം ന വിദ്യത. യാ മാനവ തൂ, എന്നാൽ യാതൊരു മനുഷ്യൻ ആത്മരതി ഏവ, ആത്മാവിൽ തന്നെ രതിയുള്ളവനും ആത്മ തൃപ്തശ മാനവ എന്നാണ്, ആത്മാവിൽ തന്നെ തൃപ്തനായിട്ടും ആത്മനി ഏവച സന്തുഷ്ട, ആത്മാവിൽ തന്നെ സന്തുഷ്ടനായിരിക്കുന്നുവോ യസ്യാത് ഇരിക്കുന്നുവോ തസ്യ കാര്യം ന വിദ്യതേ, അവന് ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല എന്നർത്ഥം. എന്നാൽ യാതൊരാൾ ആത്മരതിയുള്ളവനും ആത്മതൃപ്തനും ആത്മസന്തുഷ്ടനുമായിരിക്കുന്നുവോ അവന് പിന്നെ ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല. അതായത് അദ്വൈത അനുഭൂതിയിൽ ശാശ്വതമായ സുഖം, പൂർണ്ണ സംതൃപ്തിയും അനുഭവിക്കുന്ന അത്യുച്ഛമായ ആധ്യാത്മിക അവസ്ഥയിലെത്തിയ ബ്രഹ്മനിഷ്ഠനെ ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല. അയാൾ സ്വതന്ത്രനാണ്. കർമ്മം ചെയ്യാതിരിക്കാം. ആ നിലയിലെത്തിയ ആളിന് കർത്തവ്യകർമ്മമായിട്ടൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. ഇതാണ് ജീവൻ മുക്തഭാവമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് പൂർവജന്മ കർമ്മബന്ധനങ്ങളെ കൊണ്ടാണ് ഇവിടെ വന്ന് ജനിച്ചിരിക്കുന്നത്. അപ്പൊ ഭഗവാൻ പറഞ്ഞ രീതിയിൽ ഈ ആയുസ് വ്യർത്ഥമാക്കാതെ നമ്മുടെ കർത്തവ്യ കർമ്മങ്ങളെ വേണ്ട വിധത്തിൽ പൂർത്തീകരിച്ചാൽ, പുതിയതായിട്ടൊന്നും ആരംഭിക്കാതിരിക്കുകയും പഴയ പ്രാരാബ്ധങ്ങളെ മുഴുവൻ ഇല്ലാതെയാക്കുകയും ചെയ്യുമ്പോഴാണ് ആത്മതൃപ്തി ഉണ്ടാകൂ. അസിതപ്രജ്ഞ തത്വം പറയുമ്പോൾ തന്നെ ആദ്യം എന്താ പറഞ്ഞേ? പ്രജഹാദിയതാ കാമാൻ സർവാൻ പാർത്ഥ മനോഗതാൻ ആത്മനെ ആത്മനാ തുഷ്ടക സ്ഥിതപ്രജ്ഞസ്തോച്യതേ. ആത്മാവിനാൽ തന്നെ സന്തുഷ്ടനായിരിക്കുന്നവനാരോ
അവൻ സ്ഥിതപ്രജ്ഞനാണെന്ന് പറഞ്ഞു. തസ്യപ്രജ്ഞാ പ്രതിഷ്ഠിത. ഈ ഒരവസ്ഥ സ്ഥിതപ്രജ്ഞനായാൽ മാത്രമേ, നമുക്ക് 2 കാല് നൽകിയിട്ടുണ്ട്, ഒരു കാല് ഉറപ്പിച്ചിട്ട് വേണം അടുത്ത കാല് എടുത്തു വെക്കാൻ. അപ്പൊ നമുക്ക് ജന്മനാൽ തന്നെ ദൈവിക സമ്പത്തായിരിക്കുന്ന മനസ്സും ബുദ്ധിയും അഹങ്കാരവും കിട്ടിയിട്ടുണ്ട്. അഹംബോധം, അതിൽ മനസ്സ് ബുദ്ധി ഡിപ്പെൻഡാ. മനസ്സ് ഏകാഗ്രമായാലേ ബുദ്ധി ഉറയ്ക്കൂ. അപ്പൊ ബുദ്ധിയെ ഉറപ്പിക്കണമെങ്കിൽ, ബുദ്ധിയെ ഉറപ്പിച്ചവൻ എന്ന് പറഞ്ഞാൽ തന്നെ ഉള്ളത് കൊണ്ട് തൃപ്തിയായിട്ടിരിക്കുന്നവൻ. ആ തൃപ്തി നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രാരാബ്ധം തീരണം, അല്ലാതെ ഒരിക്കലും തൃപ്തി വരില്ല. ഞാൻ പറയാറുണ്ടോ, നമ്മളെ വീട്ടിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മളിപ്പോൾ ജോലി ഉണ്ടായിരുന്നു, അതൊക്കെ റിട്ടയർ ചെയ്ത് സ്വത്തായിട്ടിരിക്കുക. വീട്ടിലെല്ലാ സൗകര്യം ഉണ്ട്, മക്കളൊക്കെ എത്തേണ്ടടുത്തെത്തി, കല്യാണം കഴിഞ്ഞു, അവരുടെ ജോലിയായി, വീട്ടിൽ കാറുണ്ട്, AC ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, ഇല്ലാത്ത സൗകര്യമൊന്നുമില്ല, എല്ലാം ഉണ്ട്. എന്നിട്ടും ആത്മസംതൃപ്തി ഇല്ല എന്ന് വിചാരിക്കാം. എന്തോ ഒരു കുറവ്. ആത്മസംതൃപ്തി എപ്പോഴുണ്ടാകുന്നോ അതുണ്ടാകുന്നത് വരെ കർമ്മം പൂർത്തിയായിട്ടില്ല എന്നർത്ഥം. നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഭൗതികമായ നേട്ടങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു, പിന്നെ എന്തോ ബാക്കിയുണ്ട്. അത് എന്താണ് ബാക്കി? ആത്മാവിന് തൃപ്തി ഉണ്ടാകണമെങ്കിൽ, ആത്മശാന്ത സ്വരൂപം പ്രകാശിക്കണമെങ്കിൽ ആധ്യാത്മികമായിട്ട് ഉയർച്ച വേണം എന്നർത്ഥം. ഉദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനവസാദേത്. ആത്മാവിനെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ ആത്മബോധം ഉണ്ടാകണം, അപ്പോഴേ ആത്മാവ് തൃപ്തിയുള്ളത്. അതാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞതും. യാതൊരാൾ ആത്മരതിയുള്ളവനും, അതായത് ആത്മാവിനെ ആത്മാവ് കൊണ്ട് അറിയാൻ ശ്രമിക്കുക, അതിൽ ആസക്തനായിട്ടിരിക്കുന്നവനെയാണ് ആത്മരതിയുള്ളവൻ എന്ന് പറയുന്നത്. അതറിഞ്ഞാലോ ആത്മതൃപ്തനായിരിക്കും, ആത്മാവിൽ തന്നെ സന്തുഷ്ടനായിരിക്കും. അവന് പിന്നെ ചെയ്യേണ്ടതായിട്ടൊന്നും, ആത്മതൃപ്തി നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നിൻ്റെ പിന്നാലെ പോകുന്ന പ്രശ്നമില്ല. അത് ആനന്ദമയമായിട്ട് നമ്മളിപ്പോൾ ബാക്കി എന്തായാലും പകലൊക്കെ ഓടി കിടന്നാലും വേണ്ടില്ല, രാത്രി കിടന്നുറങ്ങുമ്പോൾ സുഖമായിട്ട് കിടന്നുറങ്ങും അല്ലേ? സുഷുപ്തിയിൽ പരിസരബോധം ശരീരബോധം ഒന്നുമില്ലാതെ കിടന്നുറങ്ങും അല്ലേ? ഇത് നമ്മൾ ജീവൻ മുക്ത ഭാവത്തിൻ്റെ ഒരു പ്രതിരൂപമാണ്. എന്നാലും നമ്മൾ എഴുന്നേറ്റ് വരുമ്പം ഈ ബോധമില്ലാതെ കിടന്നുറങ്ങിയപ്പോഴും നമ്മൾ സുഖമായിട്ട് ഉറങ്ങിയെന്ന് എഴുന്നേറ്റ് വന്നാൽ പറയും. നമ്മൾ പൂർണ്ണമായിട്ട് ബോധമില്ലാതെ കിടന്നുറങ്ങുമായിരുന്നു, എന്നിട്ടും ഈ സുഖം ആയിരുന്നു എന്നെങ്ങനെ നമ്മൾ മനസ്സിലാക്കുക? ആത്മാവ് പൂർണ്ണമായിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കുന്ന ആ സമയത്താ. അപ്പൊ അതുകൊണ്ടാണ് സുഖം അനുഭവിക്കുക. ആത്മതൃപ്തിയാണ് സുഖം എന്ന് പറയുന്നത്. അപ്പൊ ആ സുഷുപ്തിയിൽ കിടന്ന് ഉറങ്ങുന്ന അവസ്ഥ നമ്മൾ സ്ഥലകാല ബോധമില്ലാതെ കിടന്നുറങ്ങുമ്പോൾ ഉണ്ടായ അനുഭവം ജാഗ്രതയിലും അനുഭവിക്കാൻ സാധിച്ചാൽ അതാണ് ആത്മതൃപ്തി എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് പ്രത്യേകിച്ച് കിടന്നുറങ്ങുമ്പോൾ ഒന്നും ചെയ്യില്ലല്ലോ, ചെയ്യാനും പറ്റില്ല, പരിസരബോധം പോലും ഇല്ല. അപ്പം ആ ബോധമില്ലാതെ കിടന്നുറങ്ങിയിട്ട് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ സ്വയം പറയും സുഖമായിട്ട് ഉറങ്ങി എന്ന് പറയും. ഈ സുഖം ജാഗ്രതയിൽ അനുഭവിക്കാൻ സാധിച്ചാൽ അതാണ് ആത്മാവിൽ സന്തുഷ്ടനായിരിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ആകുന്ന ഒരു വ്യക്തിക്ക് പിന്നെ എന്തെങ്കിലും ചെയ്താലും ചെയ്തില്ലെങ്കിലും ഈ ആത്മാനന്ദ അനുഭവം നിലനിൽക്കും സദാസമയം. മൂണിലും ഉറപ്പത്തിലും നടപ്പിലും എടുപ്പിലും. ഇതാണ് ആത്മസാക്ഷാത്കാരം, ഇതാണ് ബ്രഹ്മസാക്ഷാത്കാരം, ഇതാണ് അദ്വൈത അനുഭൂതി, ഇതാണ് ജീവൻ മുക്തഭാവം. ഈ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് ഉയരണമെങ്കിൽ എന്ത് വേണം? ഈശ്വരൻ പറഞ്ഞിരിക്കുന്ന യജ്ഞകർമ്മ ചക്രത്തെ യഥാവിധി തിരിക്കുന്നവനായിട്ട് മാറിയാൽ മനുഷ്യന്റെ ജന്മോദ്ദേശം സഫലീകരിക്കുന്ന അർത്ഥം. ആ സഫലീകരണമാണ് ആത്മതൃപ്തി. 10 വിധ സൃഷ്ടിയിലെ 9ാമത്തെ സൃഷ്ടിയാണ് മനുഷ്യൻ.
ഭഗവാൻ കൃഷ്ണനും 9ാമത്തെ അവതാരമായിട്ട് വന്നേ പൂർണ്ണ മനുഷ്യനായിട്ട് അവതരിച്ചു വന്ന് കാണിച്ചു തന്നു. ഭഗവാൻ എപ്പോഴും സംതൃപ്തനായിരുന്നു. എന്തുകൊണ്ട്? അസിസ്റ്റമാറ്റിക് ആയിട്ട് പ്രകൃതിക്ക് അനുകൂലമല്ലാതെ ഭഗവാൻ ഒരിക്കലും പ്രവർത്തിച്ചിട്ടില്ല. പ്രകൃതിക്ക് അനുകൂലമായി തന്നെ എപ്പോഴും പ്രസന്നചിത്തനായിരുന്നു, ആത്മരതിയുള്ളവന്. എന്നാൽ ഒന്നിനോട് ഒട്ടലുണ്ടായിരുന്നില്ല. എൻ്റെ എന്ന് പറഞ്ഞിട്ട് ഒന്നും എടുത്തു വയ്ക്കുമോ ഒന്നും. അത് അഥവാ എന്തെങ്കിലും കൈ കിട്ടിയാൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്നവനുമായിരുന്നു, കൊടുത്തിട്ടേ കഴിക്കൂ. അങ്ങനെയൊക്കെ ഒരു സിസ്റ്റം കുഞ്ഞുനാൾ തോന്നാൻ നക്കി കച്ചിക്ഷണമഭി ജാതദുഷ്ടത്തെ കർമ്മകൃത് എന്ന് ഭഗവാൻ കാണിച്ചിട്ട് ശരീരം തെച്ച് പോകുമ്പോൾ പ്രസന്നചിത്തനായിക്കൊണ്ടാണ് പോകുന്നത്. അല്ലാതെ ഞാൻ മരിക്കുമല്ലോ എന്നുള്ള പേടി, ശരീരം ഉപേക്ഷിച്ച് പോകണമല്ലോ എന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റോ ഇല്ല. അങ്ങനെ ഒരു മരണ ഭയമൊന്നും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. ഇതാണ് പൂർണ്ണ മനുഷ്യൻ്റെ ലക്ഷണം. അപ്പം ആ 9ാമത്തെ സൃഷ്ടിയിലുള്ള മനുഷ്യന്റെ ഡ്യൂട്ടിയാണ് ഭഗവാൻ ചെയ്ത് കാണിച്ചു തന്നത്. പക്ഷേ മനുഷ്യൻ സ്വാർത്ഥ താല്പര്യത്തിലേക്ക് മാറിയാൽ വകുപ്പ് മാറും. അപ്പൊ ധർമ്മത്തിന് ക്ഷതം ഉണ്ടാകും. അത് ലിമിറ്റ് കൂടുതൽ ക്ഷതം ഉണ്ടായാലും അധർമ്മ വിഭവാർ കൃഷ്ണ പ്രതിഷ്യന്തി കുലശ്രീയാം ശ്രീഷു ദുഷ്ടാസുവർഷണയ ജായതേ വർണ്ണസങ്കര എന്ന് പറയുന്നത് പിന്നെ ആയുസ് വ്യർത്ഥമാക്കും. ജാതസ്യ ധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്യജ. എന്നിട്ട് അതിന് പരിഹാരം അന്വേഷിച്ച് നോക്കുക. എത്ര ആശുപത്രിയിൽ പോയാലും മരണത്തെ ഒഴിവാക്കാൻ പറ്റുമോ? എത്ര കോടി ചെലവാക്കാൻ പറ്റുമോ? അപ്പൊ പരിഹാരം എന്ത്? ജ്യോത്സ്യനെ കണ്ടാൽ നടക്കുമോ? മൃത്യുഞ്ജയ ഹോമോ എന്ത് തിലഹോമോ എന്ത് നടത്തിയാലും മൃത്യു ആസന്നമായിരിക്കുന്ന ഒരാളെ അതിനെ നിന്ന് രക്ഷിക്കാൻ സാധിക്കുമോ? പക്ഷെ മനുഷ്യൻ പിന്നെ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കും, അല്ലേ? അപ്പൊ ആയുസ് വ്യർത്ഥമാക്കുക ചെയ്യുക. പിന്നെയും തൃപ്തി കിട്ടുമോ? ഈ പരിഹാരമൊക്കെ ചെയ്താലും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അവസാനം ഇനി എത്ര റിപ്പയർ ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരത്തിലുള്ള സിസ്റ്റംസിനെയൊക്കെ മാറ്റിയിട്ട് കൃത്രിമത്വം കലർത്തി അത് കൃത്രിമമായിട്ട് നിലനിർത്താമെന്ന് വിചാരിച്ചാൽ അത് നടക്കുമോ? അത് നടക്കില്ല. അവിടെയും സമാധാനം എന്ന് പറയണില്ല. അത് കിഡ്നി മാറ്റി വെച്ചാലും ഉണ്ടാവില്ല, ഹൃദയം മാറ്റി വെച്ചാലും എല്ലാം, ഇനി തല മാറ്റി വെച്ചാലും പ്രശ്നമുണ്ടാവും, അല്ലേ? എത്ര കാലം കൊണ്ടെടുക്കും. അതേസമയത്ത് പോയാലോ പുതിയ സിസ്റ്റം മുഴുവൻ ഭഗവാൻ വീണ്ടും തരും നമുക്ക്. ഇത്രയും കാരുണ്യം വേറെ ആർക്കാ ഉള്ളേ? ഒരു മെഡിക്കൽ കോളേജിനും ഇല്ലെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റിനും ചെയ്യാൻ പറ്റാത്ത സിസ്റ്റം ഭഗവാൻ ചെയ്യും. അതാണ് വൈദ്യ സദായോഗി എന്ന് ഭഗവാനെ വിളിക്കുന്നത്, അല്ലേ? നമ്മുടെ ഈ ശരീരമൊക്കെ കേടുവന്നാലേ ഒരു റിപ്പയറും ചെയ്തില്ലേ മരണത്തിൽ പെട്ട് കഴിഞ്ഞാൽ പുതിയ ശരീരം പൂർണ്ണമായിട്ട് നമ്മുടെ ഈ കർമ്മബന്ധനം തീർക്കാൻ പറ്റുന്ന ശരീരം തന്നെ നമുക്ക് നൽകും. അതും പ്രകൃതിയിൽ നിന്ന് എടുത്താ കിട്ടുക. അപ്പൊ അതുകൊണ്ട് അദ്വൈത അനുഭൂതിയിൽ ശാശ്വതമായ സുഖവും പൂർണ്ണ സംതൃപ്തിയും അനുഭവിക്കുന്ന അത്യുച്ചമായ ആധ്യാത്മിക അവസ്ഥയിലെത്തിയ ബ്രഹ്മനിഷ്ഠന് അവിടെ ആധ്യാത്മിക മാർഗത്തിൽ പോയാലേ ഭൗതിക സുഖങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് സൗകര്യങ്ങൾ കൊണ്ട് ഒരിക്കലും ആത്മതൃപ്തി കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ആധ്യാത്മികമായിട്ട് ഉയരേണ്ട ആ പാതയിൽ പ്രവേശിക്കേണ്ട സമയമായി എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഇത് നമ്മള് രാമായണം വായിക്കുമ്പോൾ ആ യോഗവശിഷ്ടമൊക്കെ പറയാൻ അവസരം എന്താ ഉണ്ടായത്? ശ്രീരാമന് പോലും ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ഈ ഒരു ആത്മതൃപ്തി ഇല്ലാതെ വന്നു. പഠിക്കേണ്ടതൊക്കെ പഠിച്ചിട്ട് വേദാന്തിയൊക്കെ ആയിട്ട് മാറിയിട്ടും വന്നിട്ട് ഒരു തൃപ്തി ഇല്ലാതെ വന്നപ്പം ഗുരുവിനെ സമീപിച്ച ഗുരു ഉപദേശിച്ച യോഗവശിഷ്ടം അത് ആധ്യാത്മിക ഉയർച്ച ഉണ്ടാക്കി കൊടുത്തു, ഇല്ലേ? ഇതേ പ്രശ്നം ശുഗനുണ്ടായിട്ടുണ്ട്. എന്നിട്ട് സ്വന്തം വ്യാസദേവൻ പറഞ്ഞിട്ട് മനസ്സിലാകാഞ്ഞിട്ട് നീ ജനകന്റെ അടുത്തേക്ക് പോകാൻ പറഞ്ഞു, ഇല്ലേ? ജനകനും ഉണ്ടായിട്ടുണ്ട് പ്രശ്നം. ഒരു സ്വപ്നം കണ്ടേ ഉള്ളൂ. അപ്പൊ അദ്ദേഹത്തിനും പ്രശ്നമുണ്ടായി. ജനകം അങ്ങേറ്റം രാജർഷിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഒരു ഗുരുവിന്റെ ഉപദേശത്തിന്റെ ഘട്ടം, അതിന്റെ ബീജാപാപം നടന്നത് എങ്ങനെയാ? ഒരു യഥാർത്ഥ ഗുരുവിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള പ്രേരണയായിട്ട് ഭവിച്ചത് അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു, അതേ ഉള്ളൂ. ആ സ്വപ്നമായിരുന്നു യഥാർത്ഥ ഗുരുവിന്റെ അടുത്തേക്ക് ജനകനെ എത്തിച്ചത്. അഷ്ടാവക്ര ഗീത അങ്ങനെ ഉണ്ടായതാണ്. അഷ്ടാവക്ര ഗീതയിലെ ഓരോ ശ്ലോകങ്ങളും, ഒരു ശ്ലോകം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് മുക്തിപ്രദ. അപ്പം എവിടെ ആർക്ക് ബാക്കി ഭൗതിക നേട്ടങ്ങളെ കൊണ്ടൊന്നും ഇന്ദ്രപദവി തന്നെ കിട്ടുമെന്ന് വെച്ചിട്ടും കിട്ടിയാൽ പോലും നിങ്ങൾക്ക് ആത്മസംതൃപ്തി കിട്ടിയിട്ടില്ലെങ്കിൽ
ലഭിക്കുന്നില്ല എങ്കിൽ അപ്പം മനസ്സിലാക്കിക്കൊള്ളണം, നിങ്ങൾ തത്വദർശിയായിരിക്കുന്ന ഒരു ഗുരുവിനെ സമീപിക്കേണ്ട സമയമായിരിക്കുന്നു എന്നാണ്. അത് തന്നെ നേടാം. ആ ആത്മസംതൃപ്തി തന്നെ നേടാവുന്ന കാര്യമൊക്കെ ഇനി അടുത്ത അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. അതിലും ഭഗവാൻ പറയുന്നുണ്ട്, നിനക്ക് തന്നെ നേടാൻ സാധിക്കുന്നില്ലേ തത്വവിദ്ധി പ്രണിപാതാന പരിപ്രശ്നേന സേവയ ഉപദേശന്തിതേ ജ്ഞാനം ജ്ഞാനിത്വ തത്വദർശിന എന്ന് പറഞ്ഞു. ഇതേ പ്രശ്നം വ്യാസനുണ്ടായിട്ടുണ്ട്. മഹാഭാരതം മുഴുവൻ എഴുതി, പഞ്ചമവേദം എന്ന് പറയപ്പെടുന്ന മഹാഭാരതം എഴുതി അല്ലേ, പലതും എഴുതി. എന്നിട്ടും ഒരു തൃപ്തി ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടായി. അപ്പം ആണ് നാരദർ അവിടെ പ്രത്യക്ഷമായിട്ട് വ്യാസനെ സഹായിച്ചത്. ഇതാണ് തദ്വിദ്ധി പ്രതിപാദേന പരിപ്രശ്നേന സേവയ. അപ്പൊ എന്താണ് വിഷാദത്തിന് കാരണം എന്ന് നാരദൻ അന്വേഷിച്ചു. അപ്പം ഇന്നതാണ്, എനിക്ക് ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് എനിക്ക് ആത്മസംതൃപ്തി കിട്ടുന്നില്ല, എന്താന്ന് മനസ്സിലാകുന്നില്ല. അപ്പൊ നാരദർ പറഞ്ഞു കൊടുക്കും എന്താണ് അതിന്റെ കാരണം എന്നുള്ളത്. അങ്ങനെയാണ് ശ്രീമദ് ഭാഗവതം ശ്രീകൃഷ്ണന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ശ്രീമദ് ഭാഗവതം രചിക്കാൻ തന്നെ കാരണമായത്. ആ രചന കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആത്മസംതൃപ്തി കിട്ടി. ആത്മസംതൃപ്തി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. 18ാമത്തെ പുരാണമായിട്ട് എഴുതിയത് ഭാഗവത ശാസ്ത്രം എഴുതിയ ശ്രീകൃഷ്ണ ചരിതാമൃതാണത് മെയിനായിട്ട്. അത് മഹാഭാരതം മുഴുവൻ എഴുതിയിട്ടും ശ്രീകൃഷ്ണന് പ്രാധാന്യം കൊടുത്തില്ല. ആർക്കാണോ പ്രാധാന്യം കൊടുക്കേണ്ടത് അത് കാര്യം ഗീതാശാസ്ത്രമൊക്കെ അതിൽ വന്നെങ്കിലും അതുകൊണ്ട് ശ്രീകൃഷ്ണ അവബോധം ഉണ്ടാക്കുക എന്നുള്ള ഒരു പ്രയോജനം അതിൽ നിന്നുണ്ടായില്ല. അതുകൊണ്ടാണ് ആത്മവേദനയായിട്ട് വ്യാസൻ അത് പ്രകടമായത്. അതുപോലെ നമ്മളും എപ്പോഴും ഒരു മനുഷ്യൻ്റെ ജന്മത്തിൽ, ഏതെങ്കിലും ഒരു ജന്മത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടും ഭൗതികമായ നേട്ടങ്ങളും ഭൗതികമായി ലക്ഷ്യമിട്ട കാര്യങ്ങളും ഒക്കെ സാധിച്ചു എന്ന് വിചാരിക്കുക. എന്നിട്ടും നമുക്ക് ഒരു ആത്മസംതൃപ്തി ഇല്ലാതെ വരിക. അപ്പം മനസ്സിലാക്കിക്കൊള്ളണം, തത്വദർശികളായിട്ടുള്ള ഗുരുക്കന്മാരെ സമീപിക്കേണ്ട സമയമായി. ഇല്ലെങ്കിൽ തത്വശാസ്ത്രം, ആധ്യാത്മികമായ ശാസ്ത്രത്തിലേക്ക് മനസ്സിനെ തിരിക്കേണ്ട സമയമായി എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോൾ ആധ്യാത്മിക അവസ്ഥയിൽ എത്തിയാലേ അവൻ ബ്രഹ്മനിഷ്ഠനായി തീരുള്ളൂ. ആത്മബോധം ഉണ്ടായാൽ മാത്രമേ ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നതാണ് ബ്രഹ്മസാക്ഷാത്കാരം. അത് തന്നെയാണ് ഈശ്വര സാക്ഷാത്കാരം. അത് സാധിച്ചാൽ പിന്നെ അവൻ സ്വതന്ത്രനാണ്. അതാണ് ജീവൻ മുക്തൻ. അവന് ഇഷ്ടമുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാം, ചെയ്തില്ലേലും ഒന്നും വരാൻ പോകുന്നില്ല. അവിടെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ പൂർവജന്മാർജിതമായിട്ടുള്ള സകല കർമ്മബന്ധനങ്ങളും ചെയ്ത് തീർത്തിരിക്കണം. അപ്പോഴേ ഈ സംതൃപ്തി കിട്ടും, അപ്പോഴേ സ്വതന്ത്രത ഉണ്ടാവും. നമ്മൾ ഈ സ്വാതന്ത്ര്യം കിട്ടുക സ്വാതന്ത്ര്യം കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കർമ്മബന്ധനങ്ങൾ മുഴുവൻ തീർത്തിട്ട് പ്രാരാബ്ധമൊന്നുമില്ല, ഇനിയൊന്നും ചെയ്യാനില്ല എന്ന അവസ്ഥയിലെത്തണം. ചെയ്യണേ ചെയ്യാം, ചെയ്യില്ലേ ചെയ്തില്ല, അങ്ങനെ അതാ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തണം. അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം ഒരു മനുഷ്യ ജന്മത്തിൽ. കർമ്മം ചെയ്യാം, ചെയ്യാതിരിക്കാം. ഈ നിലയിലെത്തിയ ആളിന് കർത്തവ്യ കർമ്മമായിട്ടൊന്നും പ്രത്യേകിച്ച് ചെയ്യാൻ ഉണ്ടാവുകയുമില്ല. അപ്പോഴാണ് ശരിക്കും ആത്മസംതൃപ്തി ഉണ്ടാകുക. ഇതെങ്ങനെ നമ്മൾ അറിയാം? ഇത് അവരവർക്ക് ബോധ്യം വരുന്ന കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോ ഈ അവസ്ഥയിലാണ്. എനിക്ക് ഇപ്പൊ ഈ ഗീതാജ്ഞാന യജ്ഞം ചെയ്യണേ ചെയ്യാം, ചെയ്യാതിരിക്കാം, എന്നാലും ഞാൻ സംതൃപ്തനാ. ചെയ്യാതിരുന്നാലും പ്രശ്നമില്ല, ചെയ്താലും പ്രശ്നമില്ല. പിന്നെന്താ ചെയ്യണ്ടേ? ആ അനുഭൂതി, ആത്മാനന്ദം. ഒറ്റയ്ക്ക് താമസിച്ചുകൊണ്ടാണെങ്കിലും നമ്മൾ ബാക്കിയെല്ലാം ഭൗതിക നേട്ടങ്ങളൊക്കെ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞു. ഒന്നും ഒരു പ്രാരാബ്ധം ബാക്കിയില്ല. ഒരു കടബാധ്യതയും ഒരു തരത്തിലും ആർക്കും ഒന്നും ബാക്കി വെച്ചിട്ടില്ല. അത് ദേവഗണായിക്കോട്ടെ, ഋഷിഗണായിക്കോട്ടെ, പിതൃഗണമായിക്കോട്ടെ, ഭൗതിക കടങ്ങളായിക്കോട്ടെ, ഒന്നുമില്ല. അപ്പൊ ആത്മസംതൃപ്തന അദ്വൈത അനുഭൂതിയെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇത് തന്നെയുള്ള ഗീത പഠിപ്പിക്കണം. അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായനീം.
ഇത് സാധിച്ചാൽ ഈശ്വര സാക്ഷാത്കാരായി. അതെങ്ങോട്ടാ കൊണ്ടെത്തിക്കണേന്ന് നോക്കില്ല. ഭഗവാൻ കർമ്മയോഗം പറഞ്ഞ് എങ്ങോട്ടാ കൊണ്ടെത്തിക്കണേ? നൈവ തസ്യ കൃതാനാർത്ഥോ നാ കൃതേനേഹ കശ്ചിന നചാസ്യ സർവഭൂതേഷു കശ്ചിദർസ വ്യപാശ്രയ. തസ്യ ഇഹ അവന് ഇവിടെ ഈ ലോകത്തിൽ കൃതേന അർത്ഥ ന ഏവ കർമ്മം കൊണ്ട് പ്രത്യേകിച്ച് അവന് പ്രത്യേക പ്രയോജനമോ നേട്ടമോ ഒന്നും ഉണ്ടാകുന്നതല്ല. അകൃതേന കശ്ചിന കർമ്മം ചെയ്യാതിരുന്നാലും ഒന്നും തന്നെ സംഭവിക്കില്ല. അസ്യ സർവ ഭൂതേഷു ഇവന് സർവജീവികളിലും കസ്സിൽ അർത്ഥവ്യപാശ്രയ ഏതെങ്കിലും കാര്യത്തിനുമായിട്ട് അങ്ങനെ ഒരു വ്യക്തിക്ക് അല്ലെ ആ ഒരു സ്ഥിതിയിൽ എത്തിയ വ്യക്തിക്ക് ഒരു കാര്യത്തിനും ആരെയും ആശ്രയിക്കേണ്ടതായിട്ടില്ല. ആത്മാരാമനും ആത്മതന്ത്ര തൃപ്തനുമായവന് ഈ ലോകത്തിൽ കർമ്മം കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല, ഒന്നും നേടാനുമില്ല. കർമ്മം ചെയ്യാതിരുന്നാലും ഒന്നും നഷ്ടപ്പെടാനുമില്ല. അവൻ ഒരു ജീവിയെയും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും ആശ്രയിക്കേണ്ടതില്ല. അവൻ യഥാർത്ഥത്തിൽ ആശ്രയിക്കേണ്ടത് എന്തിനാണോ അവൻ ആശ്രയിച്ചാൽ മാത്രമേ, അതിൽ ഉറച്ചു നിൽക്കുന്നവന് മാത്രമേ ഈ ഒരവസ്ഥയിൽ എത്താനും സാധിക്കും. അതും കൂടെ മനസ്സിലാക്കിക്കൊള്ളാം. നമുക്ക് ഒന്നിനെ ആശ്രയിക്കേണ്ടാത്ത ഒരവസ്ഥ ഉണ്ടാകണമെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ ആശ്രയിക്കേണ്ടവരെ ആശ്രയിച്ച് അഭയം തേടിയിരിക്കണം. പിന്നെ ഒന്നിലും ആശ്രയിക്കേണ്ട. അന്തിമമായിട്ടുള്ള ആശ്രയം പരമമായിരിക്കുന്ന ആ ആത്മാവ് തന്നെയാണ്. അതിനെ ആശ്രയം പ്രാപിച്ചാൽ പിന്നെ അത് പരമമായി തീരും. പിന്നെ ഒന്നിനെ ആശ്രയിക്കേണ്ടായി തീരില്ല. ഒരു കാര്യത്തിലും ഒരു ജീവിയെയും പ്രപഞ്ചത്തിലെ ഒരു സിസ്റ്റത്തിലും അവന് ആശ്രയിക്കേണ്ടതായിട്ടില്ല. അതുകൊണ്ട് തസ്മാദ അസക്ത സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പുരുഷഃ. തസ്മാൽ അതുകൊണ്ട് അസക്ത കാര്യം അസക്തനായിക്കൊണ്ട് കർത്തവ്യമായ കർമ്മത്തെ എപ്പോഴും സതതം സമാചര നന്നായി ചെയ്യുക. സതതം സമാചര എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വൃത്തിയായിട്ട് ചെയ്യുക. ഹി അസക്ത എന്തെന്നാൽ അസക്തനായി കർമ്മം ആചരൻ പുരുഷഃ കർമ്മം ചെയ്യുന്ന പുരുഷൻ പരം ആപ്നോതി പരമപദത്തെ പ്രാപിക്കുന്നു. ഇനി ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലേലും കുഴപ്പമില്ല, അതിനുള്ള സ്വാതന്ത്ര്യം നമുക്ക് നൽകും. ഈ മായയ്ക്ക് അതീത അവസ്ഥയിലേക്ക് എത്തുമ്പോഴേ ഈ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ എത്തും. എന്നാലും ഭഗവാൻ പറയുന്നു, ജനിച്ചാൽ മരണം വരെ അനങ്ങാതിരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്, അതുകൊണ്ട് ആസക്തി കൂടാതെ കർത്തവ്യകർമ്മം നീ നന്നായി ചെയ്യുക. ഇവിടെ അർജുനോട് പറയുന്നത് ആ അദ്വൈത അനുഭൂതിയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഇവിടെ അർജുനെ സംബന്ധിച്ചിടത്തോളം കർത്തവ്യകർമ്മം ബാക്കിയുണ്ട്. ഇവിടെ കർമ്മം തീർന്നാലത്തെ കർമ്മം ചെയ്യാൻ പ്രാരാബ്ധ കർമ്മങ്ങൾ മുഴുവൻ അവസാനിച്ചാലാണ് ഈ ആത്മാരാമനാകാൻ സാധിക്കൂ. എന്നാൽ അർജുനെ സംബന്ധിച്ചിടത്തോളം ഈ അദ്വൈത അനുഭൂതി അനുഭവിക്കാൻ തക്കവണ്ണം പക്വതയായിട്ടില്ല. അതുകൊണ്ട് കർത്തവ്യകർമ്മം ബാക്കിയുണ്ട് താൻ. അങ്ങനെയുള്ളവർക്ക് പൂർണ്ണത വരില്ല. ഇപ്പൊ നമ്മളാണേലും നമ്മുടെ കർത്തവ്യകർമ്മങ്ങൾ പൂർത്തീകരിക്കാതെ ഒരിക്കലും ആത്മാരാമനായിട്ടിരിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള കടം ബാക്കിയുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഈ ജന്മത്തിൽ ആയുസ് കൊണ്ട് അത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ലെങ്കിൽ വീണ്ടും ജനിച്ചു വരേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വാക്കുകൊണ്ട് പോലും ആരുമായിട്ട് കടപ്പെട്ടുകൂടാ. നിങ്ങൾ നികർഷമായൊരു വാക്ക് നമ്മുടെ കൂടെയുള്ളവരോട് പറഞ്ഞാൽ അതേ വാക്ക് നിങ്ങൾ കേൾക്കാതെ കടം തീരുന്ന പ്രശ്നമില്ല. കേൾക്കാൻ കൊള്ളാത്തയില്ലേ മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടാത്ത വാക്ക് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത അതേ വാക്ക് പ്രതിയോഗിയിൽ നിന്ന് കേട്ടിരിക്കണം. അഥവാ ഈ ജന്മത്തിൽ നിങ്ങൾക്കത് കേൾക്കാൻ സാധിച്ചില്ല എങ്കിൽ അത് കേൾക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ജനിക്കേണ്ടി വരും.
അതുകൊണ്ട് ആ വാക്കുകൊണ്ട് തപസ്സനുഷ്ഠിക്കണം എന്നൊക്കെ ശ്രദ്ധാത്തരയിലേക്ക് ചെല്ലുമ്പോൾ ഭഗവാൻ പറയുന്നത് ഭയങ്കര സിസ്റ്റാ. നമ്മൾ ഏത് തരത്തിൽ കടം വച്ചാലും ചിന്ത കൊണ്ടോ വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ കടം വച്ചാൽ അത് പൂർത്തീകരിക്കണം. നമ്മൾ പ്രതികരിക്കാൻ പോയാൽ ആരെങ്കിലും നമ്മളെ ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രതികരിക്കാൻ അവരുടെ നേരെ ദേഷ്യപ്പെടുകയോ കൈ കിട്ടിയത് വെച്ച് പ്രയോഗിക്കുകയോ ചെയ്താൽ പിന്നെ ഋണമാധ്യതയുടെ കാറ്റഗറി മാറും. അപ്പൊ അതുകൊണ്ട് കേൾക്കാനുള്ള കേൾക്കണം എന്നർത്ഥം. തല്ല് കിട്ടാൻ യോഗം ഉണ്ടെങ്കിൽ ആരെയും തല്ലിയിട്ട് നിങ്ങൾ തിരിച്ചു കിട്ടാൻ ബാക്കിയുണ്ടെങ്കിൽ അത് വാങ്ങാൻ വേണ്ടിയിട്ട് വീണ്ടും ജനിക്കേണ്ടി വരും. നിങ്ങൾ ആരെങ്കിലും തല്ലാൻ ബാക്കിയുണ്ടെങ്കിൽ അതിനും വേണ്ടിയിട്ട് നിങ്ങൾ പോയിട്ട് ശണ്ട ഉണ്ടാക്കി അയക്കിട്ട് കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ ഭഗവാന്റെ ഭയങ്കര സിസ്റ്റമാണ് ഭഗവാന്റെ ഈ കൊടുക്കലും വാങ്ങലും ഒക്കെ. ഋണബാധ്യത ഏതൊക്കെ തരത്തിലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ബാക്കി വെക്കാതിരിക്കണം. ക്ലിയറൻസ് കംപ്ലീറ്റ് കിട്ടിയാലേ ആത്മാരാമനാകാൻ സാധിക്കൂ. അങ്ങനെയുള്ളവർക്ക് ജീവൻ മുക്തിയിൽ എത്തിയിട്ട് പരമോദം പ്രാപിക്കാനെത്തൂ. അതിനെന്താ ചെയ്യണ്ടേ? അതിനാൽ ആസക്തി കൂടാതെ, ഈ ആസക്തി ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം സാധിക്കാതെ വരുന്നത്, ദേഷ്യം വരുന്നതും ചീത്തൊക്കെ. പിന്നെ വാക്കിനും പ്രയോഗത്തിനും ഒക്കെ രണ്ടാമധ്യായത്തിൽ പറഞ്ഞല്ലോ, സ്ഥിതപ്പച്ച ലക്ഷണം പറയുമ്പം ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കാൻ സാധിക്കാതെ ഇരുന്നാൽ പിന്നെ അതുകൊണ്ടുള്ള ഗതിവിഗതികൾ എന്താ സംഭവിക്കുന്ന ഭഗവാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ധ്യായതോ വിഷയാൻ പുംസക സംഘർഷുപജായതേ സംഘാസംജായതേ കാമാൽ ക്രോധോ വിജായതേ ക്രോധാൽ ഭവതി സമ്മോഹാ സ്മൃതി വിഭ്രമ സ്മൃതി ഭംസാൽ ബുദ്ധിനാശാൽ പ്രണസതി എന്നൊക്കെ പറഞ്ഞു അല്ലേ? നമ്മൾ എത്ര ബ്രഹ്മനിഷ്ഠനായിരുന്നാലും വേണ്ടില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന വിഷയത്തിൽ ആഗ്രഹം ഉണ്ടായാൽ അതിൻ്റെ പിന്നാലെ ആസക്തനായി കഴിഞ്ഞാലേ പിന്നെ അത് സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തും ചെയ്യാൻ മടിക്കില്ലാത്തൊരവസ്ഥ ഉണ്ടാവും. ഉദ്ദേശിച്ച കാര്യം നടക്കാതെ വന്നാൽ ദേഷ്യം വരും. ദേഷ്യം വന്നാൽ എത്ര ബ്രഹ്മചാരി ആയിരുന്നാലും വേണ്ടില്ല, ദുർവാസാവിൻ്റെ കൂട്ടാകും. പിന്നെ കൈ കിട്ടിയതോ ജട പിടിച്ചിട്ടോ ഒക്കെ അടിക്കും. അതുകൊണ്ട് ആസക്തി ഇല്ലാതെ എന്നെടുത്ത് പറയാൻ കാരണം അത്. ആസക്തി ഉണ്ടായാൽ നമുക്ക് പരമോദം പ്രാപിക്കാൻ സാധ്യമല്ല. ഏത് വിഷയത്തിലാണെങ്കിലും ആസക്തി ഉണ്ടാകാൻ പാടില്ല. നമ്മൾ അവിടെ കെട്ടിയിടപ്പെടും, ആ ഒരു ബന്ധനത്തിൽപ്പെടുന്ന അർത്ഥം. അതുകൊണ്ട് ആസക്തി കൂടാതെ കർത്തവ്യകർമ്മം നന്നായി ചെയ്യണം. നമ്മുടെ കർത്തവ്യകർമ്മങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയാൽ അത് കൃത്യമായിട്ട് ചെയ്യണം. അതിൽ അനുഷ്ഠാനത്തിൽ യാതൊരു കുറവും വരുത്താൻ പാടില്ല. ഇതൊക്കെ ഞാൻ ചെയ്യണമല്ലോ എന്ന് ഉദ്ദേശിച്ച് ചെയ്താൽ വകുപ്പ് മാറും. ഭാരമായിട്ട് അധികാരഭാവത്തോടെ, ഉത്തരവാദിത്വത്തോടെ, ഫലേച്ഛയില്ലാതെ, അർപ്പണബോധത്തോടെ, യജ്ഞഭാവനയോടെ കർത്തവ്യകർമ്മത്തെ ചെയ്യാനാണ് പറഞ്ഞേക്കണം. അതാണ് ഇവിടെ എടുത്തു പോകാൻ പറയുന്ന കർത്തവ്യകർമ്മം നന്നായിട്ട് ചെയ്യുക. എന്തെന്നാൽ ആസക്തനായിക്കൊണ്ട് നിസ്സംഗതയോടെ കർമ്മം ചെയ്യണം, ഒട്ടലില്ലാതെ. അതാണ് സർവത്രാനഭിസ്നേഹ തത്വപ്രാപ്തി ശുഭാശുഭന്നാഭിനന്ദിതസ്യ. ഒന്നിനോട് നമ്മൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും അറ്റാച്ച്മെന്റും മമതയും വേണ്ട. നമ്മൾ നിസ്സംഗഭാവത്തിൽ ചെയ്യാനുള്ള ചെയ്തേക്കാം, അത്രേ ഉള്ളൂ. ഞാൻ ചെയ്തു എന്നുള്ള ഭാവവും വരാൻ പാടില്ല. അത് ഒട്ടലുള്ളതായുണ്ടാ ഞാനാ ഇതൊക്കെ ചെയ്തതെന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് അതാണ് നിസ്സംഗനായിക്കൊണ്ട് കർമ്മം ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ നിസ്സംഗതയോടെ കർമ്മം ചെയ്യുന്ന മനുഷ്യൻ പരമോദത്തെ പ്രാപിക്കും. നമ്മുടെ പ്രാരാബ്ധം ബാക്കി ഉണ്ടെങ്കിൽ പോലും ഗീത പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രാരാബ്ധങ്ങൾ അനുഭവിക്കുന്നതും ഇല്ലെങ്കിൽ അതിനെന്തൊക്കെയാണ് വേണ്ടത്, കർത്തവ്യ കർമ്മങ്ങൾ. നമ്മൾ പ്രാരാബ്ധം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ചെയ്യേണ്ടതായ ചില കാര്യങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ അത് ചെയ്യുക. അതാണ് പ്രാരാബ്ധമായിട്ട് കിടക്കുക. അപ്പൊ ആ പ്രാരാബ്ധങ്ങൾ നല്ലതോ ചീത്തയായാലും വേണ്ടില്ല, അത് നിസ്സംഗഭാവത്തിൽ അങ്ങോട്ട് ചെയ്തോളണം. ആരുടെ ചീത്ത കേൾക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അത് കേട്ടോളണം. അതിനുള്ള ഗ്രൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് കേട്ടോളൂ, തിരിച്ച് പ്രയോഗിക്കാൻ പോകരുത്. അതാണ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ വൈഫ് ഹൗസിൽ പോകുന്ന സമയത്ത് ഒരു ഓട്ടോറിക്ഷ വിളിച്ചു പോയി. എന്നിട്ട് അവിടെ ചെന്നിറങ്ങിയപ്പോൾ എന്തിനാ അയാൾ എന്നെ ചീത്ത പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായില്ല. ഊടുപാട് ചീത്ത പറഞ്ഞു. ഞാൻ ഒക്കെ കൊടുക്കാനുള്ള കൂലിയും കൊടുത്തു, മിണ്ടാതെ ആ പഴയത് എന്തോ കേൾക്കാനുള്ളത് കേട്ടതായിരിക്കും എന്ന് ഉദ്ദേശമുണ്ട് സന്തോഷത്തോടെ തിരിച്ചു പോവുകയും ചെയ്യും. അയാളോട്ട് യാതൊരു പ്രതികരിക്കാൻ പോയില്ല. ഇതുപോലെയൊക്കെ ആ നിസ്സംഗ ഭാവത്തിൽ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. നമ്മൾ തിരിച്ചയാളെ ചീത്ത പറയോ തൂത്തു മേമേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമായിത്തീരും. നമുക്ക് ഏതൊക്കെ തരത്തിലാണ് കടം കിടക്കുന്നത് നമുക്ക് പ്രത്യക്ഷത്തിൽ ചിലതൊന്നും മനസ്സിലാവില്ല. ചിലതൊക്കെ നമുക്ക് മനസ്സിലാവും. ചിലത് ഇപ്പം നമ്മൾ ഈ പ്രതികാരം തീർക്കാനൊക്കെ നടക്കുമല്ലോ.
പണ്ട് നമ്മളോട് ആരോ എങ്ങനെയോ പെരുമാറി എന്നുള്ളത് ആര് വാക്ക് പോലും ചിലർ പ്രയോഗിച്ചിരിക്കുന്ന വാക്കുകൾ പോലും നമ്മൾ മറക്കാതെ കിടക്കും. ആണി തറച്ച പോലെ കിടക്കുന്നുണ്ടാവും ചിലപ്പോൾ. പണ്ട് ആ വ്യക്തിയെ കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരും, ഇതാ ഇദ്ദേഹം എന്നോട് പണ്ട് അങ്ങനെ പറഞ്ഞതാ. പ്രവൃത്തി ഉണ്ടെങ്കിൽ പിന്നെ അത് മറക്കില്ല അവരെ കണ്ടാൽ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ അനുഭവങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുക. എന്നെ 12 വയസ്സ് ശ്രീകോവിലിട്ട് അടച്ച കഥയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പിന്നീട് അവരെന്നോട് മാപ്പ് ചോദിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും ഞാൻ പറഞ്ഞു, ഞങ്ങളെ ശപിക്കരുതെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളോട് എനിക്ക് നന്ദിയുള്ളൂ. കാരണം എന്താ, നിങ്ങൾ അന്ന് ഇങ്ങനെയൊക്കെ ചെയ്ത് എന്നെ അവിടുന്ന് പുറത്താക്കിയില്ലായിരുന്നെങ്കിൽ ഞാനൊരു സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആകില്ലായിരുന്നു. അപ്പോൾ ചില നിയോഗങ്ങൾ നമുക്ക് യോഗമായി മാറും, ചില യോഗങ്ങൾ നിയോഗങ്ങളായിട്ട് മാറും. നല്ല യോഗമാകാം, ചീത്ത യോഗമാകാം. അപ്പം ഇവിടെയൊക്കെ നിസ്സംഗനായിട്ട് നിൽക്കാൻ സാധിച്ചാൽ അവനാണ് പരമപദം പ്രാപിക്കാൻ യോഗ്യനായി ഭവിക്കുക. എന്ത് നെഗറ്റീവിനെ, അതാണ് ഭഗവാൻ ഗീതയിൽ പറയുന്നത്, എന്തിനും നല്ലതായിട്ട് കാണാൻ, നല്ലതിന് വേണ്ടിയിട്ടാണ്. എന്ത് ക്ലേശം ഉണ്ടായാലും ക്ലേശത്തെ പോലും അനുഗ്രഹമായി സ്വീകരിക്കണമെന്ന് ഭഗവാൻ ഗീതാശാസ്ത്രം പറഞ്ഞു തരുന്നുണ്ട്, അല്ലേ? അങ്ങനെ ഉണ്ടെങ്കിലേ ക്ലേശോ അധികതരസ്തേഷാം അവ്യക്താസതേതസാം അവ്യക്താകെ എതിർദുഃഖം ദേഹവര് അവിരവ്യാപ്യതേ. ശരീരത്തിന് വരെ ക്ലേശം ഉണ്ടാവും, ചിലപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവും. അത് ഈ ദേഹബോധം അമിതമായതുകൊണ്ടാണ്. ദേഹബോധത്തെ നിസ്സംഗതയിലേക്ക് എത്തിച്ചാലോ, അല്ലേ? ഈ വലിയ വലിയ ഋഷികളൊക്കെ ഇല്ലേ, രമണ മഹർഷിയെ പോലെയുള്ളവര്, രാമകൃഷ്ണ പരമഹംസൻ, എന്തിനാ ലേറ്റസ്റ്റ് സായിബാബ, ഇവരൊക്കെ ക്യാൻസർ വന്നിട്ടൊക്കെ മരിച്ചത്. ഭാഗവതം പറഞ്ഞു നടക്കുന്ന ആചാര്യന്മാരും അതെ, അതുപോലെ വേദന സഹിച്ചിട്ടൊക്കെയാ മരിച്ചിരിക്കണേ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പലരും ചോദിക്കും, അല്ലേ? പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നടന്നിട്ട് ഇങ്ങനെ എന്താ അന്ത്യം ഇങ്ങനെ ആയി പോകുന്നത്? അപ്പൊ അവിടെ നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ നിസ്സംഗതയോടെയാണോ ചെയ്തത്? കർത്തവ്യ കർമ്മമാണോ ചെയ്തത്? അത് ആസക്തിയോടെയാണോ ചെയ്തത്, അല്ലയോ? ഇവിടെയൊക്കെയാണ് നമ്മൾ പുനർവിചിന്തനം നടത്തേണ്ടതായിട്ട് വരും. അപ്പം നിസ്സംഗതയോടെ കർമ്മം ചെയ്യുന്ന മനുഷ്യൻ പരമപദം പ്രാപിക്കുന്നു പറഞ്ഞു. ആസക്തി ഇല്ലാതെ കർത്തവ്യ കർമ്മത്തെ കൃത്യമായിട്ട് ചെയ്യുന്നവൻ, അവന് മറ്റൊരു പദത്തിലേക്കല്ല എത്തുക, പരമപദത്തിലേക്ക് തന്നെ എത്തുക. അപ്പൊ അവിടെ കർത്തവ്യകർമ്മം എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ ഈ പ്രാരാബ്ധങ്ങള്. അത് ദുഃഖത്രയങ്ങളാകാം, ബന്ധനത്രയങ്ങളാകാം. അതിൽ നിന്നൊക്കെ മുക്തനാകണം. അപ്പോഴാണ് പരമപദം പ്രാപിക്കാൻ സാധിക്കൂ. ഒരു ബന്ധനത്രയം ഉണ്ടാകാൻ പാടില്ല, ഒരു ദുഃഖത്രയം ഉണ്ടാകാൻ പാടില്ല. അതിലെന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ വീണ്ടും ശരീരം എടുക്കേണ്ടി വരും. പിന്നെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അല്പമാത്രമെങ്കിലും ഈ സിസ്റ്റം എന്താണെന്ന് മനസ്സിലായാൽ, അതായത് ഈശ്വരൻ്റെ സിസ്റ്റം എന്താണെന്ന് മനസ്സിലായാൽ, പിന്നെ ആ ഒരു പാതയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ വീണ്ടും ശരീരം എടുത്ത് വന്നാലും ഇതേ പാതയിൽ തന്നെ ആയിരിക്കും, വ്യതിചലിക്കില്ല. അത് ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആയിരിക്കും. നമ്മൾ ആധ്യാത്മിക മാർഗത്തിൽ അല്പമാത്രമെങ്കിലും അറിഞ്ഞിട്ടാണ് ഈ ജന്മത്തിൽ ശരീരം ത്യജിക്കുന്നതെങ്കിൽ അടുത്ത ജന്മത്തിലും അതുപോലുള്ള ശേഷന്മാരുടെ ഇടയിൽ അതുപോലുള്ള ഗ്രഹത്തിലൊക്കെ വന്ന് ജനിക്കുന്ന ഭഗവാൻ ഇനി 6-ാം അധ്യായത്തിലൊക്കെ നമുക്ക് സ്പഷ്ടമാക്കി തരുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു ചുവട് ഈ പാതയിൽ പ്രവേശിച്ചാൽ മതി. പിന്നെ ഒരിക്കലും പാത നമ്മൾ ഏതെങ്കിലും എത്തി മായപ്പെട്ടിട്ട് വ്യതിചരിച്ച് പോയാലും തിരിച്ചു വന്നോളും, പേടിക്കൊന്നും വേണ്ട. ഇങ്ങനെയൊക്കെ ആണല്ലോ വന്നതും. എനിക്ക് ഏറ്റവും വലുത് എന്താ പറഞ്ഞേ, എനിക്ക് തിരിച്ചറിയാൻ പറ്റിയെന്ന് പറഞ്ഞാൽ 42 വയസ്സ് വരെ എനിക്കിത് ഈ വിഷയങ്ങളുമായിട്ട് യാതൊരു ടച്ചും ഇല്ല. അപ്പൊ നമ്മൾ അനുഭവിക്കാനുള്ള ചിലതൊക്കെ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ പൂർവ്വ ജന്മസ്മരണയും നമ്മുടെ കർത്തവ്യകർമ്മം എന്താന്നൊക്കെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞു. അത് നിസ്സംഗഭാവത്തിൽ ചെയ്യാൻ അതിനു മുമ്പ് തന്നെ തുടങ്ങി. നമ്മൾ അറിയാതെ തന്നെ ഈ ഒരു പാതയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഫലേച്ഛയില്ലാതെ യജ്ഞഭാവനയോടെ പല കാര്യങ്ങളും ചെയ്യാനുള്ള പ്രേരണ ഉണ്ടായത് നമ്മുടെ രക്തത്തിൽ ഗീതാശാസ്ത്രം അലിഞ്ഞു ചേർന്നിട്ടുണ്ടായിരുന്നു എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നതെന്ന്. അത്രേ ഉള്ളൂ.
അപ്പൊ നമ്മുടെ പൂർവജന്മാർജിതമായിട്ടുള്ള ആ വാസനാബലം കിടക്കുന്നുണ്ടെന്ന് അർത്ഥമാണല്ലോ. അതുകൊണ്ട് ഇതിനിടയ്ക്ക് കർത്തവ്യകർമ്മങ്ങളും ചെയ്തു, പ്രാരാബ്ധങ്ങളുണ്ടായിരുന്നു, അതൊക്കെ അനുഭവിച്ചു, ചെയ്യേണ്ടതൊക്കെ ചെയ്തു. എന്നിട്ട് ഇത് മാത്രം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് വേറെ എന്തെങ്കിലും പ്രാരബ്ധം ഉണ്ടെങ്കിൽ എനിക്ക് ഇവിടെ വന്നിരിക്കാൻ പറ്റില്ല. ആ പ്രാരാബ്ധം എല്ലാം ഒഴിവാക്കിയത് കൊണ്ട്, അല്ലെങ്കിൽ ഒഴിവായിട്ടുള്ളതാണ്, നമ്മളെ വിട്ടുപോയത് കൊണ്ടാണ് ഇവിടെ സ്വതന്ത്രമായിട്ട് വന്നിരിക്കണം. ഈ സ്വതന്ത്രത, ഇതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. എന്നാലും കർത്തവ്യകർമ്മമാണ് അത് നിസ്സംഗഭാവത്തിൽ ഇപ്പൊ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ജ്ഞാനയജ്ഞം പോലും എൻ്റെ കർത്തവ്യകർമ്മം ലേശം ബാക്കിയുള്ളത് കൊണ്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നല്ല ബോധമുണ്ട്. ഇത് നിസ്സംഗഭാവത്തിലാണ്. ഒരു ദിവസം ചെയ്താൽ ചെയ്തു, ചെയ്യാൻ പറ്റിയില്ല, പൂർത്തിയാക്കാൻ പറ്റില്ലോ, ഇങ്ങനെയൊന്നും വ്യാകുലതയൊന്നുമില്ല. നമുക്കെപ്പം സ്വിച്ച് ഓഫ് ചെയ്യേണ്ട സമയം വന്നോ അപ്പം ഭഗവാൻ സ്വിച്ച് ഓഫ് ചെയ്തോളൂ. അത് നമ്മുടെ സിസ്റ്റം അല്ല, അത് പ്രകൃതിയുടെ സിസ്റ്റം. പക്ഷേ ജനിച്ചാൽ മരണം വരെ നഹി കച്ചിക്ഷണം അവിജാത ദുഷ്ടത്തെ കർമ്മകൻ കാര്യദേഖ്യ വശകർമ്മ സർവ പ്രകൃതി ജൈഗുണ എന്ന് ഭഗവാൻ പറഞ്ഞത് അനുസരിക്കാൻ മാത്രം, അനങ്ങാതിരിക്കരുത്. ഒരു കാരണവശാലും അനങ്ങാതിരുന്നാൽ ശരീരം വരും, കേടുവരുമെന്ന് മനസ്സിലാക്കൂടാ. അതുകൊണ്ട് എന്തെങ്കിലും എൻഗേജ് ആയിട്ടിരിക്കും. അവനുകൊണ്ട് ശരീരം കൊണ്ട് പ്രായത്തിനനുസരിച്ച് എന്താ ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് ചെയ്തോളാം, അതേ ഉള്ളൂ. അയ്യോ എനിക്ക് അതും ഇതും ചെയ്യാൻ ഇപ്പോൾ ആരോഗ്യം പറ്റുന്നില്ല, ഇങ്ങനെയൊന്നും വ്യാകുലപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? പ്രത്യേകിച്ച് മനസ്സ് എൻഗേജ് ആയിട്ട് വെക്കുക. വ്യർത്ഥമായിട്ട് മിഥ്യാചാരം അതും ഇതും ആലോചിച്ചിരിക്കുന്നത് മഹാപാപമാണെന്നും മിഥ്യാചാരം ഒരിക്കലും ചെയ്യരുത്. ഇപ്പൊ ഇനി ഈ ഒരു കർമ്മത്തിന്റെ സിസ്റ്റം, കർമ്മയോഗം എന്താന്ന് പറഞ്ഞ് ഇവിടെ പരമപദ പ്രാപ്തിക്ക് എന്താ ചെയ്യണ്ടേന്ന് കൃത്യമായിട്ട് ഭഗവാൻ ഇവിടെ നമ്മളെ, ഇതാണ് കർമ്മത്തിന്റെ സിസ്റ്റം എന്ന് പറഞ്ഞു. കർമ്മയോഗം എന്ന് പറയുന്നത് ഈ ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ എത്തണം. ഏത് സ്ഥിതിയിലേക്ക്? ആസക്തി കൂടാതെ കർത്തവ്യകർമ്മം നന്നായിട്ട് ചെയ്യുന്നവനായിട്ട് മാറണം നമ്മൾ ഓരോരുത്തരും. അത് ഏത് കർമ്മമായാലും വേണ്ടില്ല. ഈവൻ ഇറച്ചി വെട്ടാണ് നിങ്ങളുടെ കർത്തവ്യകർമ്മമെങ്കിൽ അത് നന്നായിട്ട് ചെയ്യുക, ആസക്തി ഇല്ലാതെ ചെയ്യുക. അടിച്ചു വാരലോ, അടുക്കളയിൽ പോയി പണിയെടുക്കലോ, എന്താണോ, പൂജയാണോ, ഏത് സിസ്റ്റമാണോ, നിങ്ങൾ ഏതാണ് കർത്തവ്യകർമ്മമായിട്ട് കരുതി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്, സ്വധർമ്മം നിധനം ശ്രേക എന്ന് പറഞ്ഞിട്ട് ആ കർത്തവ്യകർമ്മത്തെ നന്നായിട്ട് ചെയ്യുക. അർപ്പണബോധത്തോടെ, അധികാരഭാവത്തോടെ, ഉത്തരവാദിത്തോടെ, താല്പര്യത്തോടെ, ഇച്ഛാശക്തി ഉണർത്തി ക്രിയാശക്തിയിലേക്ക് എത്തിക്കുക. അതിൽ യാതൊരുവിധ ഫലേച്ഛയും ആസക്തിയും വെക്കാൻ പാടില്ല. ആസക്തനായിക്കൊണ്ട്, നിസ്സംഗനായിക്കൊണ്ട്, ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുക. അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെ ചെയ്യുന്ന മനുഷ്യൻ ആരായിരുന്നാലും, അത് സ്ത്രീയോ പുരുഷനോ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ ആരായിരുന്നാലും വേണ്ടില്ല, അവന് പരമപദം പ്രാപിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് പരമപദ പ്രാപ്തിക്ക് ഉതകുന്ന കർമ്മം എന്താണോ അത് ചെയ്യുന്നതാണ് ഒരു മനുഷ്യന് കർമ്മയോഗം എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് ചെയ്താൽ അവൻ പരമപദം പ്രാപിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കർമ്മയോഗത്തിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടു. എന്നിട്ട് അതുപോലെ ജനിച്ച് മനുഷ്യനായിട്ട് ഒരു രാജ്യത്തെ ഭരിച്ച് ആ റോൾ മോഡലായിട്ട് ഭഗവാൻ പറയുന്നത് ആരെയാന്ന് നോക്കുക? കർമ്മണ്യൈവ ഹി സംസത്തി മാസ്ഥിത ജനകാതയ ലോകസം കരഘമേ ബാബി സംപശ്യൻ കർത്തുമർഹതി. ജനകാതയാ കർമ്മണാഹ ഏവ ഹി, ജനകാദികൾ കർമ്മം ചെയ്തുകൊണ്ട് തന്നെ സംസിദ്ധിയും ആസ്ഥിത, സമ്യക്കായ സിദ്ധിയെ പരമപദത്തെ പ്രാപിച്ചു. ലോകസംഗ്രഹം സംപശ്യൻ ഏവ അഭി, ലോക നന്മയെ നോക്കിയിട്ടെങ്കിലും ഏവ അഭി കർത്തും അർഹസി, നീ കർമ്മം ചെയ്യേണ്ടതാണ്. അപ്പം കർമ്മയോഗം എന്താണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടത് ഞാൻ പറഞ്ഞ പോലെ പ്രവർത്തിച്ച ഒരു രാജർഷിയാണ് ജനകൻ. ഇപ്പൊ ഉദാഹരണ സഹിതം പറയാ, ജനകൻ ഏത് കാലത്ത് ജീവിച്ചിരുന്ന, ഇതോടെ ദ്വാപരയുഗത്തില് അന്ത്യപാദത്തിലാണ് ഇവിടെ ധർമ്മയുദ്ധം നടക്കുന്നത്. ആ സമയത്ത് ഇതാ മഹാത്മ്യം പറയുമ്പോഴും വിഷ്ണു തന്നെ ജനകനെ മാതൃകയായിട്ട് സ്വീകരിക്കാൻ പറയുന്നുണ്ട്. ഗീതയുടെ മഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെയാണ് പരമോദ പ്രാപ്തിയെപ്പറ്റി മഹാത്മ്യം പറയുമ്പോഴും
ദാ ഇങ്ങനെ ഒരു രാജർഷി പരബോധം പ്രാപിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഗീതാ മഹാത്മ്യം പറയുമ്പോഴും ഭഗവാൻ ഓർത്തു പറയുന്നുണ്ട്. ത്രേതായുഗത്തിൽ ജീവിച്ചിരുന്ന ആളാണ്. ശ്രീരാമന്റെ സമകാലികനായിട്ട് ജീവിച്ച ആളാണ്. ഭാര്യാപിതാവായിരുന്നു ജനക മഹാരാജാവ്, അല്ലേ? അപ്പോൾ ഒരു യുഗത്തിന്റെ വ്യത്യാസത്തിൽ ഉള്ള ആളെ ഗീതാശാസ്ത്രം പറയുമ്പം അതിൻ്റെ മഹാത്മ്യത്തിലും വരാഹപുരാണത്തിൽ നിന്ന് എടുത്ത ഗീതാ മഹാത്മ്യം പറയുമ്പോഴും വിഷ്ണുദേവൻ ജനകനെ ഓർക്കുന്നുണ്ട്. ഇവിടെ ശ്രീകൃഷ്ണൻ അർജുനോട് ഗീതോപദേശം നടത്തുമ്പോഴും ജനകനെ മാതൃകയായിട്ട് പറയുന്നുണ്ട്. അപ്പം വളരെ ചുരുക്കിയ മനുഷ്യാണാം സഹസ്രേഷു കച്ചില്ലതേ ഇങ്ങനെയുള്ള മനുഷ്യർ വളരെ ചുരുക്കമായിരിക്കും. എന്നാലും ഭാരതവർഷത്തിൽ ഇങ്ങനെയുള്ള മഹാത്മാക്കൾ ജീവിച്ചിരുന്നു. ഭഗവാൻ പറഞ്ഞു കൊടുത്ത ശാസ്ത്രത്തെ അനുവർത്തിക്കുന്ന യജ്ഞകർമ്മത്തെ ചക്രത്തെ യഥാവിധി തിരിച്ചിരുന്ന ആ പരമോദം പ്രാപിച്ചിരുന്ന മഹൽ വ്യക്തികളെ മഹാത്മാക്കൾ ഈ ഭാരതവർഷത്തിൽ ജീവിച്ചിരുന്നു എന്ന് ഭഗവാൻ പോലും ഓർത്തു പറയാ. അതുകൊണ്ട് അവരെ റോൾ മോഡലായിട്ട് എടുക്കൂ. ഭഗവാനെ തന്നെ റോൾ മോഡലാക്കാനല്ല പറഞ്ഞത്, അല്ലേ? എന്നെ തന്നെ റോൾ മോഡലാക്കൊള്ളാൻ ഭഗവാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. നീ എന്നെ തന്നെ ഭജിക്കാൻ പറഞ്ഞു, എന്നാ നിനക്ക് എന്നിലെത്താന്ന് പറഞ്ഞു, അല്ലേ? താനി സർവാണി സംയമ്യുക്താസീതമൽപരവശേഖ്യേന്ദ്രിയാണി തസ്യ പ്രജ്ഞാപ്രതിഷ്ഠ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് എത്താനുള്ള മാർഗദർശനവും സിദ്ധപ്രജ്ഞ തത്വം പറയുമ്പോഴൊക്കെ ഭഗവാൻ പറയുന്നുണ്ടെങ്കിലും ഭഗവാനെ തന്നെ റോൾ മോഡലാക്കാൻ ഒരിടത്തും ഭഗവാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ ജനകനെ പോലുള്ള മഹാത്മാക്കളെ റോൾ മോഡലാക്കുക എന്ന് മാത്രമല്ല പറയുന്നത്, അവരെന്താണോ ചെയ്തിരുന്നത് അതേ മാർഗം നീയും പിന്തുടരുക എന്നാണ് പറഞ്ഞത്. അപ്പൊ ലോക നന്മയെ നോക്കിയിട്ടായാലും നീ നിന്റെ കർത്തവ്യ കർമ്മം ചെയ്യണം അർജുന എന്നാണ് പറയുന്നത്. ഇത് അർജുനോട് മാത്രം പറയുന്നതല്ല, നമ്മളോടെല്ലാം പറയുന്ന, നമുക്ക് എല്ലാവർക്കും ഈ പറയുന്ന ഏതെങ്കിലും ഒരു കർമ്മത്തിൽ പ്രൊവിഷൻ ഉണ്ടാകും നമ്മുടെ. അതാണ് നമ്മുടെ സ്വഭാവം. ആ സ്വഭാവം അനുസരിച്ചുള്ള സ്വധർമ്മം എന്താണെന്ന് കണ്ടെത്തി അത് കൃത്യമായിട്ട് ചെയ്താൽ പെട്ടെന്ന് പരമോദം പ്രാപിക്കാൻ സാധിക്കും. അർജുനെ സംബന്ധിച്ചിടത്തോളം ക്ഷത്രിയ കുലജാതനാണ്, ധർമ്മയുദ്ധമാണ് ഇപ്പൊ ചെയ്യേണ്ട കർത്തവ്യകർമ്മം. അത് കൃത്യമായിട്ട് ചെയ്യുക, നിസ്സംഗനായിക്കൊണ്ട്, ആസക്തി ഇല്ലാതെ ഈ വ്യാകുലതകളൊക്കെ വിട്ടിട്ട് കൃത്യമായിട്ട് നീ ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്തോളൂ. അതിൻ്റെ കൺസിക്വൻസീസ് റിസൾട്ടിനെ പറ്റിയൊന്നും ഇപ്പം വ്യാകുലനാകണ്ട. ഇപ്പൊ ചെയ്യാനുള്ള ചെയ്യാം. റിസൾട്ട് എന്താകുന്നെന്ന് ചിന്തിച്ചിട്ട് നാളെ എന്താകും, ഇല്ലെങ്കിൽ ഞാൻ ഇവരെയൊക്കെ കൊല്ലണ്ടേ, ഇതൊന്നുമല്ല. നിന്നെ നിയോഗിച്ചിരിക്കുന്ന യുദ്ധം വേണമെന്ന് രണ്ടു കൂട്ടർ ഇരുന്നിട്ട് ഒരേ കുടുംബത്തിൽപ്പെട്ട് ഒരേ രക്തത്തിലുള്ളവരിരുന്ന് തീരുമാനിച്ചതല്ലേ. അപ്പൊ പിന്നെ അതിന് യാതൊരു ഇമോഷനാകേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ സന്തുലനാവസ്ഥ എന്ന് പറയുന്നത് എങ്ങനെയാ? അപ്പം നമ്മളോട് ഇപ്പം പല കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് മനഃപൂർവ്വം നമ്മളെ ദ്രോഹിച്ചവരൊക്കെ ഉണ്ടാകും. അത് ബന്ധുക്കളുണ്ടാകാം, പുറത്തുള്ളവരുണ്ടാകാം, സുഹൃത്തുക്കളുണ്ടാകാം, ഇല്ലേ നമുക്ക് കിട്ടേണ്ട അർഹതകൾ മറ്റുള്ളവർ വളഞ്ഞ വഴിയിലൂടെ നമ്മളിൽ നിന്ന് പിടിച്ചു പറിച്ചിട്ടുണ്ടാകാം. ക്രൂരമായ വാക്കുകൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകാം, നിങ്ങളെ പിടിച്ച് പുറത്താക്കിയിട്ടുണ്ടാകാം. അപ്പൊ അതനുസരിച്ചുകൊണ്ട് അതേ ഭാവത്തിൽ നിങ്ങളും അവരോട് പ്രതികാരം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളും അവരും തമ്മിൽ എന്താ വ്യത്യാസം? നിങ്ങളോടൊരു കാലത്ത് നിങ്ങളുടെ കടുത്ത ശത്രുവിനെ പോലെ പെരുമാറിയ ഒരാളോട് നിങ്ങൾക്ക് കുറച്ച് ബലവും ശക്തിയൊക്കെ കിട്ടിയ സമയത്ത് നിങ്ങൾ പ്രതികാരം ചെയ്യാൻ പുറപ്പെട്ടാൽ അവരും നിങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ യുദ്ധം ചെയ്യല് കർത്തവ്യകർമ്മ ആകുന്നത് എങ്ങനെ എന്ന് ചോദിക്കാം, അല്ലേ? ഇവിടെ അധർമ്മികളും ധർമ്മികളും തമ്മിലുള്ള യുദ്ധം. ഒരു ക്ഷത്രിയന്റെ ധർമ്മം ധർമ്മത്തെ രക്ഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞ നീ നിന്റെ കർത്തവ്യകർമ്മം കൃത്യമായിട്ട് ചെയ്യൂ. അത് ബാക്കി വെച്ചുകൊണ്ട് പോയാൽ നിനക്ക് ഒരിക്കലും സമാധാനവും കിട്ടില്ല, നിന്റെ കർമ്മം ബാക്കിയായി കിടക്കുകയും ചെയ്യും. ഒരു സത്യം ഭഗവാൻ പറഞ്ഞല്ലോ, നിനക്ക് ആരെയും കൊല്ലാൻ സാധ്യമല്ല, കൊല്ലിക്കാനും സാധ്യമല്ല. നിന്നെ ആരെങ്കിലും കൊല്ലാൻ ശ്രമിച്ചാൽ കൊല്ലപ്പെടാനും സാധ്യമല്ല. കാരണം എന്താ? ഈ ശരീരത്തിനെ നാശം വരുത്താൻ സാധിക്കുള്ളൂ.
ആത്മാവിനെ ആർക്കെങ്കിലും നശിപ്പിക്കാൻ സാധിക്കുമോ? നൈനം ചിന്തന്തി സസ്സാനി നൈനം ദഹതി പാവക നൈ ചൈനം ക്ലേതേന്ത്യോ പുനാശോഷ്യേതി മാർഗ. നമ്മൾ ഈ ബന്ധനത്രയങ്ങൾ വച്ച് കൊണ്ട് ആ ഭാവത്തിൽ ആ വീക്ഷണത്തിൽ നോക്കുമ്പോഴാ നമ്മളെങ്ങനെ ഇത് ചെയ്യാന്നൊക്കെ തോന്നുക. മനസ്സിലേ? പരമമായ ആ സത്യത്തെ മനസ്സിലാക്കിയാൽ, ആത്മബോധത്തോടെ നിന്നാൽ അവിടെ പിന്നെ ഈ ഇമോഷൻ ആകേണ്ട പ്രശ്നമൊന്നും വരില്ല. നമുക്കെല്ലാം എല്ലാ സിസ്റ്റത്തിനും ഒരു സമയം, ടൈം ലിമിറ്റ് ഉണ്ട് അല്ലേ? എല്ലാവർക്കും കൊന്നാലും കൊന്നില്ലേലും ഒരു ആയുസിൻ്റെ ലിമിറ്റ് ഉണ്ട്. എന്താ സംഭവിക്കേണ്ടതെന്ന് വെച്ചാൽ ആ സംഭവിക്കേണ്ട സമയത്ത് സംഭവിക്കും, അതൊരു സംശയമില്ല. അതുകൊണ്ടാണ് ഞാൻ ജപിക്കാനിരിക്കുമ്പോഴൊക്കെ കൊതുക് വന്ന് കടിച്ചാൽ ഞാൻ കൊതുകിനോട് തന്നെ പറയും, എന്നെ കടിച്ചാൽ ഞാൻ നിന്നെ വെറുതെ വിടില്ല, എന്നെ ഡിസ്റ്റർബ് ചെയ്യാനല്ലേ വന്നത്. അല്ലെങ്കിൽ തന്നെ ഒരു കൊതുകിൻ്റെ ആയുസ് 7 ദിവസമാണ്. നമ്മൾ കൊന്നില്ലേലും 7 ദിവസത്തിനകം അത് മരിക്കും. പിന്നെ നമ്മൾ ജപിച്ചുകൊണ്ടിരിക്കുമ്പം എൻ്റെ കൈകൊണ്ട് അത് കൊല്ലപ്പെട്ടാൽ അതിന് ശ്രേഷ്ഠമായ ഒരു ജന്മത്തിലേക്ക് പോകാനൊരവസരം നമ്മൾ ഒരുക്കി കൊടുക്കുക. അതിൻ്റെ ജീവനെ നമുക്ക് നശിപ്പിക്കാൻ സാധിക്കുമോ? ഇല്ല. ഒരു കൊതുകിൻ്റെ ആയാലും ഒരു പുഴുവിൻ്റെ ആയാലും ഒരു ജീവിയുടെ ആയാലും അതിൻ്റെ ആത്മാവിനെ നശിപ്പിക്കാൻ സാധ്യമല്ല. എൻ്റെ കർത്തവ്യകർമ്മത്തിന് വിഘ്നമുണ്ടാക്കുന്നത് എന്തായാലും ഡിസ്റ്റർബൻസ് ഉണ്ടായാൽ അതിനെ ഒഴിവാക്കുക എന്നുള്ളത് എൻ്റെ കർത്തവ്യമാണ്. നമ്മുടെ റൂട്ട് പരമമായ കാര്യത്തിന് വേണ്ടിയിട്ടാണ് എങ്കിൽ അതിന് പ്രതിബന്ധങ്ങൾ എന്തുണ്ടായാലും വേണ്ടില്ല, അതിനെ അതിജീവിക്കേണ്ടതായിട്ട് നമ്മുടെ കർത്തവ്യമായിട്ട് മാറും. കൂടുതൽ ശുദ്ധാത്മാവായിട്ടിരുന്നാൽ എന്താ കുഴപ്പം? ശുദ്ധാത്മാവ് ദുഷ്ടന്റെ ഫലം ചെയ്യുന്ന പറയും. കൂടുതൽ ശുദ്ധത കാണിച്ചാലേ ദുഷ്ടന്റെ ഫലം ചെയ്യുന്ന പറയും. അപ്പം അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്, ജനകനെ ഉദാഹരണമായി കാണിച്ചു. ജനകൻ ഒരു രാജ്യം ഭരിച്ചിരുന്ന രാജർഷിയാണ് അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ജനകനും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇല്ലായൊന്നുമില്ല. അപ്പോൾ ഒരു സ്വപ്നം കണ്ടു തന്നെ അദ്ദേഹത്തെ ആകെ ഡിസ്റ്റർബാക്കി. ഉണ്ടായിരുന്ന സമാധാനം കൂടെ ഇല്ലാതെയായി. അദ്ദേഹത്തിന് ദർബാറിൽ കൂടുതലും നടന്നിരുന്നത് സത്സംഗമൊക്കെയാണ് നടന്നിരുന്നത്. അല്ലാതെ അവിടെ വെട്ടിപ്പിടിക്കാനോ ഇല്ലെങ്കിൽ മറ്റുള്ളവരെ ചക്രവർത്തിയാകാനോ ഇങ്ങനെയൊന്നുള്ള സിസ്റ്റത്തിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടോ ഇല്ലെങ്കിൽ ദർബാർ വിളിച്ചിട്ട് അടുത്തുള്ള രാജ്യത്തെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു രീതിയോ ഒന്നും അല്ലായിരുന്നു. അതൊരു പ്രത്യേക സിസ്റ്റമായിരുന്നു. രാജർഷി എന്നുള്ള പദവിയിലെത്തിയ ആളാണ്. ഇപ്പം വിഭൂതി യോഗത്തിലൊക്കെ ധർമ്മരാജാക്കന്മാർ എൻ്റെ വിഭൂതിയാണെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ധാർമ്മികമായിട്ട് കൃത്യമായിട്ട് രാജ്യം ഭരിക്കുന്ന, ധർമ്മത്തിനനുസരണമായിട്ട് രാജ്യം ഭരിക്കുന്ന ഒരു രാജാവുണ്ടെങ്കിൽ അതെൻ്റെ വിഭൂതിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജനകനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭഗവാന്റെ വിഭൂതി തന്നെയാണ്, ഇല്ലെങ്കിൽ ഒരാൾക്കും അതുപോലെ ഭരിക്കാൻ സാധ്യമല്ല. അപ്പോൾ രാജർഷി രാജാവായിരുന്നിട്ടും ഋഷി തുല്യനായിരുന്ന ആളാണ്. അപ്പം അദ്ദേഹത്തിനും പ്രശ്നം ഉണ്ടായപ്പോൾ സമാധാനം നഷ്ടപ്പെടുത്തി. എങ്ങനെയാണ് നഷ്ടപ്പെടുന്നത്? ഒരു സ്വപ്നം കണ്ടേ ഉള്ളൂ. ഈ രാജ്യത്തിൽ മറ്റ് ശത്രുക്കൾ വന്നിട്ട് കീഴടക്കിയതും ഇദ്ദേഹം രാജ്യത്തിൽ നിന്ന് നിഷ്കാസനായതും ഇങ്ങനെയൊക്കെ ഒരു സ്വപ്നം കണ്ടിട്ട് ആ സ്വപ്നം എന്നാൽ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ അത് ഒരു സ്വപ്നമായിരുന്നു എന്ന് എഴുന്നേറ്റ് വന്നപ്പോഴാണ് മനസ്സിലായി. അപ്പം ഇങ്ങനെ ഒരു സ്വപ്നം കാണാൻ എന്താണ് കാരണം? ഒരു കാരണമില്ല. ഞാൻ പറയാറുണ്ടല്ലോ, നമ്മൾ ഏത് തരം സ്വപ്നം കാണുന്നുണ്ടെങ്കിലും ഈ സ്വപ്നം നിങ്ങൾക്ക് പൂർവ്വജന്മവുമായിട്ട് ഈ സ്വപ്നവുമായിട്ട് ആ സ്ഥലകാല ബന്ധമുണ്ടായിരിക്കും. ഇല്ലാത്ത ഒരു കാര്യവും നിങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ സാധ്യമല്ല. അപ്പൊ ഈ സ്വപ്നത്തിന്റെ ഡീറ്റെയിൽസ് എല്ലാം പുറത്ത് വിളംബരം ചെയ്തിട്ട് ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം നടത്തി ആരാണോ കൃത്യമായിട്ട് എനിക്ക് അതിന് പറ്റിയ ഉപദേശം നൽകുന്നത്, ആ പണ്ഡിതന് ഇത്രയെത്ര എന്താ പറഞ്ഞ പശുക്കളെയൊക്കെ, അന്നൊക്കെ വലിയ സ്വർണം കെട്ടി പശുവിനൊക്കെ ദാനം ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര കേമത്താ, ഒന്ന് ലോട്ടറി അടിക്കുന്ന പോലെ. അപ്പോൾ അതിനുള്ള പണ്ഡിതന്മാരെയൊക്കെ ക്ഷണിച്ചു വരുത്തിയിട്ട് അവർക്ക് സമ്മാനം കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യം ചെയ്യുകയൊക്കെ വിളംബരം ചെയ്യുകയൊക്കെ ഉണ്ടായി. അങ്ങനെ പലരും വന്ന് നോക്കി, പക്ഷേ അതാർക്കും വ്യാഖ്യാനിക്കാൻ സാധിച്ചു. അങ്ങനെയാണ് അഷ്ടാവക്രൻ അവിടെ എത്തുന്നത്. അഷ്ടാവക്രൻ എന്ന് പറഞ്ഞാൽ ശരീരം കണ്ടാൽ തന്നെ ആർക്കും ഇഷ്ടപ്പെടില്ല. 8 വിധത്തിൽ വളവുള്ള ആള്. ഇദ്ദേഹം രാജകൊട്ടാരത്തിലെ കാവൽക്കാർ തന്നെ ഇദ്ദേഹത്തെ തടഞ്ഞു. എന്നിട്ടും ജനകൻ്റെയൊക്കെ പെർമിഷൻ വാങ്ങിയിട്ട് ദർബാർ ഹാളിലെത്തി. സദസ്സിലെത്തിയപ്പോഴും ഈ സദസ്സിലുള്ളവർ മുഴുവൻ ചിരിച്ചു.
ഇദ്ദേഹത്തിൻ്റെ ശരീരത്തെ പ്രകൃതി കണ്ടിട്ട് പരിഹസിച്ച് ചിരിച്ചു. അപ്പം ഇദ്ദേഹം ആദ്യം തന്നെ ചോദിച്ചു, ഇവിടെ ഇരിക്കുന്ന രാജാവടക്കം, രാജാവും ചിരിക്കും എല്ലാവരുടെയും കൂടെ, ജനകം വരെ ചിരിക്കും. എന്നിട്ട് ഇദ്ദേഹം ചോദിക്കും, ഇവിടെ ഉള്ളത് മുഴുവൻ ചെരുപ്പൂത്തികളാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു രാജദർബാറിൽ കയറി വന്നിട്ട് രാജാവിനെ അടക്കം ചെരുപ്പ് കുത്തിന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ്? അപ്പൊ ഇത്രയും പാണ്ഡിത്യമുള്ള ആളാന്ന് വിചാരിച്ചിട്ട് കയറി വന്നിട്ട് എല്ലാവരെയും കളിയാക്കാനുള്ള ചെയ്തതെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന അവസ്ഥയിലൊക്കെ ഉണ്ടായി. അപ്പോൾ ജനകൻ മാത്രം അങ്ങനെ അങ്ങ് ബാക്കിയുള്ളവർ ദേഷ്യപ്പെട്ട പോലെ ഒന്നും ദേഷ്യപ്പെട്ടില്ല. ജനകൻ ഇത്ര മാത്രം ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് ഞങ്ങളെയൊക്കെ ചെരുപ്പ് കുത്തി എന്ന് വിളിച്ചത് എന്ന് ചോദിച്ചു. അപ്പോ അഷ്ടാവക്രം പറഞ്ഞു, ഒരു ചെരുപ്പൂത്തി എപ്പോഴും എവിടെയായിരിക്കും നോക്കുക ചോദിച്ചു. ചെരുപ്പൂത്തിയുടെ ദൃഷ്ടി എപ്പോഴും വഴികട കുത്തി കൊടുക്കാൻ റിപ്പയർ ചെയ്യാനായിട്ട് ഇരിക്കുന്ന ചെരുപ്പൂത്തികൾ അതിലേ നടന്നു പോകുന്നവരുടെ ചെരുപ്പായിരിക്കും നോക്കുക. ആ വ്യക്തിത്വത്തെ അല്ല അറിയാം. അയാൾക്കെന്താ പണി കിട്ടുക എന്നുള്ളതായിരിക്കും അയാൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, അല്ലേ? അപ്പൊ ചെരുപ്പിലായിരിക്കും ചെരുപ്പൂത്തിയുടെ ദൃഷ്ടി വിടുക. ഇനി പുതിയ ചെരുപ്പ് കണ്ടാലും പുതിയ മോഡൽ കണ്ടാലും അതൊക്കെ ആദ്യം ദൃഷ്ടി പതിക്കുന്ന ചെരുപ്പൂത്തിയുടെ ചെരുപ്പിലായിരിക്കും, യാതൊരു സംശയമില്ല. അത് രാജാവ് സമ്മതിച്ചു, ശരിയാണെന്ന് പറഞ്ഞു. അപ്പൊ എന്നുപോലെയാണ് ഞാനിവിടെ കയറി വന്നപ്പം നിങ്ങളുടെ ദൃഷ്ടി എൻ്റെ ശരീരത്തിലെ 8 വളവുകൾ നോക്കിയിട്ടല്ലേ നിങ്ങൾ ചിരിച്ചത് എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഒരു വ്യക്തിത്വത്തെ അളക്കുക. അപ്പൊ ഇവിടെയുള്ള പണ്ഡിത സദസ്സ് എന്ന് പറയണത് പണ്ഡിതന്മാരല്ല, ജ്ഞാനികളല്ല. ജ്ഞാനികളാണെന്നുണ്ടെങ്കിൽ എൻ്റെ ശരീരത്തിന്റെ പ്രകൃതി നോക്കിയിട്ടാ നിങ്ങളെ എന്നിലെ ജ്ഞാനത്തെ, പാണ്ഡിത്യത്തെ മനസ്സിലാക്കുക. അവരൊറ്റ മറുപടി കേട്ടപ്പോൾ തന്നെ ജനക മഹാരാജാവ് അഷ്ടാവക്രനോട് ക്ഷമ ചോദിച്ചു. ബാക്കിയുള്ളവർക്ക് എന്നിട്ടും അത്രയും മനസ്സിലായില്ല. പക്ഷെ ജനക മഹാരാജാവ് അഷ്ടാവക്രനോട് ക്ഷമ ചോദിച്ചു. അങ്ങ് വന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, രാജാവ് അങ്ങ് തന്നെയല്ലേ വിളംബരം ചെയ്തിട്ടുള്ളത്. അങ്ങയ്ക്കുണ്ടായ സ്വപ്ന ദർശനത്തെ പറ്റി വ്യാഖ്യാനം നടത്താൻ ആർക്കാണോ സാധിക്കുന്നത് അതിന് പുറത്ത് കുറേ ദാനം ചെയ്യാൻ വേണ്ടിയിട്ട് സ്വർണം കെട്ടിയ പശുക്കളെയൊക്കെ നിർത്തി, ആയിരക്കണക്കിന് പശുക്കളെ നിർത്തിയിട്ടില്ലേന്ന് ചോദിച്ചു. അത് ശരിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഈ ശരീരത്തിൻ്റെ പ്രകൃതി നോക്കിയിട്ടേ ഇത് വരാവുള്ളൂ എന്ന് ആ കണ്ടീഷനിലില്ലല്ലോ. ഇല്ല. പണ്ഡിതനല്ലേ ക്ഷണിച്ചിരിക്കുന്നത്? അതെ. ജ്ഞാനികളായിട്ടുള്ള ഈ സ്വപ്നം കണ്ടതിനെ വ്യാഖ്യാനിച്ച് യഥാർത്ഥ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക. ആധ്യാത്മിക രഹസ്യമുണ്ടാകും, അതെന്താന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് അങ്ങയുടെ ഉദ്ദേശം. അത് പറഞ്ഞു തരണം എന്നുള്ളതല്ലേ ലക്ഷ്യം. അതിൽ ശരീരപ്രകൃതിയൊക്കെ നോക്കിയിട്ട് ഇവിടെ വരാവുള്ളൂ എന്ന് ആർക്കും എഴുതി വെച്ചിട്ടൊന്നുമില്ലല്ലോ. ഇല്ല. എന്നാ ഈ പശുക്കളെയൊക്കെ എനിക്ക് ദാനം ചെയ്യാൻ ഓർഡർ കൊടുക്കാൻ പറഞ്ഞു. അതെങ്ങനെയാ? അതിന്റെ വ്യാഖ്യാനം കഴിഞ്ഞില്ലല്ലോ, അതിനു മുമ്പ് എങ്ങനെയാ? അത് ഇവിടെ വെച്ച് പറയാൻ പറ്റില്ല. ഇവിടെ ഈ സദസ്സിലിരിക്കുന്ന ചെരുപ്പുത്തികളുടെ ഭാവമുള്ളവരെ ഇവിടെ വെച്ചിട്ട് പറയാൻ പറ്റില്ല. അങ്ങയ്ക്ക് മാത്രമായിട്ട് ഉപദേശിക്കാം. അതിന് അങ്ങ് ഞാൻ വസിക്കുന്ന കാട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞു. അത് രാജാവ് സമ്മതിക്കും. കാരണം അഷ്ടാവക്രന്റെ ഈ വ്യാഖ്യാനം, ചെരുപ്പൂത്തിയലിന്റെ വ്യാഖ്യാനം കേട്ടപ്പോൾ തന്നെ ജനകന് മനസ്സിലായി ഇദ്ദേഹം എൻ്റെ ഗുരുസ്ഥാനീയനാണെന്ന്. അതുകൊണ്ട് യാതൊരു സങ്കോചം ഉണ്ടായില്ല. അങ്ങ് പറയുന്നിടത്ത് ഞാൻ എത്താമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അഷ്ടാവക്ര ഗീതോപദേശമൊക്കെ അദ്ദേഹത്തിനെ ഗുരുവായിട്ട് സ്വീകരിക്കുന്നു. മാരങ്ങൊക്കെ വേറെ കഥയാണത്. എന്തായാലും ഇവിടെ നമ്മൾ ഒരു വ്യക്തിത്വത്തെ അല്ലെ ശരീരപ്രകൃതിയോ അല്ലെ ഒരു വ്യക്തിയെ കണ്ടിട്ടല്ല ആ വ്യക്തി അളക്കുക. ശരീരപ്രകൃതി കണ്ടിട്ടോ ഇല്ലെങ്കിൽ ആ വ്യക്തി ഏത് ജാതിയിൽ ജനിച്ചു, ബ്രാഹ്മണനാണോ ക്ഷത്രിയനാണോ വൈശ്യനാണോ, ഇതൊന്നും നോക്കിയിട്ടല്ല യഥാർത്ഥത്തിൽ അവൻ ജ്ഞാനിയാണോ പണ്ഡിതനാണോ എന്നൊക്കെ തിരിച്ചറിയാം. നമുക്ക് ആരെങ്കിലും മുഖത്ത് എഴുതി വെച്ച ബോർഡ് കൊണ്ടിട്ടുണ്ടാവും ബ്രഹ്മജ്ഞാനിയാണോ ഇല്ലയോ എന്നുള്ളത്.
തിരിച്ചറിയാൻ സാധിക്കും. അവരുമായിട്ട് കുറച്ചു നേരം സമ്മതിക്കുമോ ഇല്ലേ, അങ്ങനെ ആ സംവാദത്തിലൂടെ മാത്രമേ ആളെ തിരിച്ചറിയാൻ സാധിക്കൂ. അടുത്ത് പെരുമാറ് തന്നെ വേണം. അതാണ് ഭഗവാൻ പറഞ്ഞതും, തദ്വിധി പ്രണിപാതേന പരിപൃസേന സേവയാ ഉപദേശന്തിതേ. ചിലപ്പോൾ ഗുരുക്കന്മാരെ പോയിട്ട് സേവിക്കേണ്ടി വരും, അവരോടൊപ്പം നിൽക്കേണ്ടി വരും, അവർക്ക് ആവശ്യമുള്ളതൊക്കെ ശുശ്രൂഷിക്കേണ്ടി വരും. അങ്ങനെ ആകുമ്പോഴാണ് ഗുരു ശിഷ്യബന്ധം സുദൃഢമായിട്ട് മാറുകയും എപ്പോഴാണോ ഉപദേശിക്കേണ്ടതെന്ന് ഗുരു തീരുമാനിച്ച് ഇവനെ ശിഷ്യനാക്കാൻ യോഗ്യതയുണ്ട്, ഇവനെ ഉപദേശിക്കാൻ യോഗ്യനാണ് എന്നൊക്കെ ഗുരു ശിഷ്യ ബന്ധത്തെ സുദൃഢമാക്കണം എന്നുണ്ടെങ്കിൽ ആ തമ്മിലുള്ള ബന്ധം നിലനിർത്തണം. അതിനു വേണ്ടിയിട്ട് ആദരിക്കുകയും ബഹുമാനിക്കുകയും ശുശ്രൂഷിക്കുകയും പരിരക്ഷിക്കുകയും പരിപാലിക്കുകയും ഒക്കെ വേണം. ആ പരസ്പരം ഭാവം ഒരേ ഭാവത്തിലേക്ക് എത്തുമ്പോഴാണ് ഗുരു ശിഷ്യ ബന്ധം സുദൃഢമായി മാറുക എന്നർത്ഥം. അപ്പൊ അങ്ങനെ ഒരു ജനകനെ പോലെയുള്ളവരെ ഇവിടെ ഭഗവാൻ ഉദാഹരണമായിട്ട് പറയാനും കാരണം, നമ്മൾ തത്വദർശികളായിട്ടുള്ള ഗുരുക്കന്മാരെ വേണം സമീപിക്കാൻ എന്ന് ഭഗവാൻ ഇനി അടുത്ത അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ പറയുന്നുണ്ട്. ഇന്ന് ചവറ് കണക്കിന് ഗുരുക്കന്മാരുണ്ട്, യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ ആചാര്യന്മാരെയൊക്കെ നമുക്ക് കാണാം. അപ്പം യഥാർത്ഥത്തിൽ നമ്മുടെ ഗുരു ആരായിരിക്കണം എന്ന്, ആരാണ് എന്നുള്ളത് നമ്മൾ ശരിക്കും തിരിച്ചറിയണം എന്നർത്ഥം. ഗുരുവിന് മനസ്സിലാവും. അങ്ങനെയുള്ള ഗുരുക്കന്മാരെ കണ്ടാലും ശിഷ്യൻ ആരാണെന്നുള്ളതും ഗുരുക്കന്മാർക്ക് തിരിച്ചറിയും. ശിഷ്യനെ കണ്ടാലും ദൃശ്യമാത്രം കൊണ്ട് തന്നെ തിരിച്ചറിയും, ഒറ്റ സ്പാർക്കിംഗ് കൊണ്ട് തിരിച്ചറിയും. അപ്പൊ അതുകൊണ്ട് ജനകനെ പോലെയുള്ളവരെ റോൾ മോഡലായിട്ട് ലോക നന്മയെ ഉദ്ദേശിച്ചുകൊണ്ട് നോക്കിയിട്ടാണെങ്കിലും നീ നിന്റെ കർത്തവ്യകർമ്മം ചെയ്യൂ. കാരണം ജനകനും ക്ഷത്രിയ കുലജാതനായിരുന്നു, രാജർഷി പദവിയിലെത്തിയ ആളാ. അപ്പൊ അതുകൊണ്ട് ഭഗവാന്റെ ഓർമ്മയും ഇല്ലെങ്കിൽ അങ്ങനെയുള്ള തത്വദർശികളായിട്ടുള്ള ആ റോൾ മോഡലാക്കേണ്ടവരെ ഭഗവാൻ ഗീതോപദേശം നടത്തുമ്പം ഓർത്ത് ത്രേതായുഗത്തിൽ ജീവിച്ചിരുന്ന കാലം സമകാലികരാണെങ്കിലും തിരക്കില്ല. പക്ഷേ ഭഗവാൻ ശ്രീരാമനായിട്ട് ജനകനുമായിട്ട് പൂർവ്വജന്മത്തിലും എന്താ പറഞ്ഞ ത്രേതായുഗത്തിലും ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഭഗവാന് ജനകനെ നന്നായിട്ട് അറിയാമായിരുന്നു എന്നർത്ഥം. അതേ ശ്രീരാമൻ തന്നെയാണല്ലോ ഇവിടെ ശ്രീകൃഷ്ണനായിട്ട് അവതരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഭഗവാന് നമ്മുടെ ആരുടെ എത്ര ജന്മങ്ങൾ നമ്മൾ കടന്നു വന്നാലും വേണ്ടില്ല, നമ്മളെ പൂർണ്ണമായിട്ട് നമ്മുടെ ബയോഡറ്റ മുഴുവൻ അറിയുന്നത് ആ ഭഗവാന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിനെ പരമാത്മാവെന്ന് വിളിക്കുന്നത്. നമ്മുടെ സാധാരണ ജീവാത്മാഭാവത്തിൽ നിൽക്കുന്ന ആ ജീവാത്മാവിൻ്റെ ഇതുവരെയുള്ള ഗതിവിഗതികൾ മുഴുവൻ ബയോഡറ്റ അറിയാവുന്നത് പരമാത്മാവിനാണെന്നർത്ഥം. ഇത് രണ്ടും കൂടെ ഒന്നായാലോ, തന്മയീഭാവം വന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ടില്ലല്ലോ. നമ്മുടെ കർത്തവ്യകർമ്മങ്ങൾ പൂർത്തീകരിക്കപ്പെടാത്തതുകൊണ്ടാണ് നമ്മൾ ജീവാത്മാഭാവത്തിൽ വർത്തിക്കുന്നത് എന്നർത്ഥം. അപ്പൊ കർത്തവ്യകർമ്മങ്ങൾ പൂർത്തീകരിച്ചാൽ പരമപദം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ പരമപദം പരമാത്മാവിലേക്ക് ലയിച്ചു തീരുക എന്നുള്ള അർത്ഥം. അവിടെ പിന്നെ രണ്ടില്ല, അദ്വൈത അനുഭൂതിയിലേക്ക് പോവുക. അപ്പൊ അതുകൊണ്ട് ഇതിനെയാണ് യഥാർത്ഥത്തിൽ കർമ്മയോഗത്തിൻ്റെ ആ യഥാർത്ഥ ഗതിവിഗതികൾ, അല്ലെങ്കിൽ യഥാർത്ഥ റിസൾട്ട് പറയുന്നത് ഇവിടെയാണെന്നർത്ഥം. അപ്പം എന്താ കർമ്മയോഗം? ഇപ്പൊ 16-20 ശ്ലോകങ്ങളിലൂടെ കർമ്മയോഗത്തെ ഇനി പറയുന്നതൊക്കെ ഭഗവാൻ നമ്മൾ കർമ്മയോഗം യഥാർത്ഥത്തിൽ അനുഷ്ഠിക്കാൻ തുടങ്ങിയാൽ അവിടെ ചില സിസ്റ്റം ഫോളോ ചെയ്യണം. അത് ഭഗവാനെ തന്നെ ഭഗവാൻ ഉദാഹരണം, ഇപ്പൊ ജനകനെ ഉദാഹരണമായിട്ട് റോൾ മോഡലായിട്ട് പറഞ്ഞെങ്കിൽ ഇനി ഭഗവാനെ തന്നെ എടുത്തു പറയുന്നുണ്ട്. നമ്മൾ ഏതൊക്കെ തരത്തിലാണ് കർമ്മത്തെ അനുഷ്ഠിച്ച് മറ്റുള്ളവർക്ക് മാതൃകയായി തീരേണ്ടത് എന്നൊക്കെ പറയുന്ന ഭാഗമാണ് ഇനി പറയാനുള്ളത്. ഇനിയുള്ള 23 ശ്ലോകങ്ങളും അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. കർമ്മയോഗം യഥാർത്ഥത്തിൽ അനുഷ്ഠിച്ച് പരമപദം പ്രാപിക്കാൻ ഉതകുന്ന കർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി കൃത്യമായിട്ട് അത് കർത്തവ്യകർമ്മമായി കരുതിക്കൊണ്ട് ചെയ്ത് പൂർത്തീകരിച്ചാൽ മാത്രമേ പരമപദം പ്രാപിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പരമപദം പ്രാപിച്ച ഒരു രാജർഷിയായിരുന്നു ത്രേതായുഗത്തിൽ ജീവിച്ചിരുന്ന ജനക മഹാരാജൻ എന്ന് ഭഗവാൻ ഉദാഹരണ സഹിതം പറഞ്ഞു.
ഇനി നമ്മൾ പ്രസന്റ് ലൈഫിൽ ഇതേപോലെ കർമ്മം പൂർത്തീകരിച്ച വ്യക്തികളുണ്ടല്ലോ ഭാരതവർഷത്തിൽ, അതല്ലാതെയുണ്ട്. അവരെയൊക്കെ ഒന്ന് ഓർത്തു നോക്കൂ. ആരെങ്കിലും നമുക്ക് അതുപോലെ റോൾ മോഡലാക്കാൻ പറ്റുമോ? ഗീതാശാസ്ത്രമൊക്കെ പഠിച്ചിട്ട് സാക്ഷാത്കരിച്ചവര് രാഷ്ട്രപതി വരെ ആയിട്ടുണ്ട് ഇവിടെ ഭാരതവർഷത്തിൽ. മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ പോയിരിക്കുന്ന സമയത്താണ് ഗീതാശാസ്ത്രം പഠിച്ചിട്ട് ഇവിടെ വന്നിട്ട് അത് നടപ്പാക്കി കർമ്മയോഗിയായി. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഒരു ശത്രു വന്നിട്ട് വെടിവെച്ചിട്ടും അവിടെ ശത്രുവിൻ്റെ കഴുത്തിന് പിടിക്കാൻ പോകാതെ ഹേ രാം എന്ന് ഉച്ചരിച്ചുകൊണ്ട് ശരീരം ത്യജിച്ചത്. ഒരു മുസ്ലിം ആയിരുന്നിട്ടും ജീവിതത്തിൽ ഗീതാശാസ്ത്രം പ്രാബല്യത്തിൽ വരുത്തി രാഷ്ട്രപതി വരെ പദവിയിലെത്തി. അതിൽ നിന്ന് പിരിഞ്ഞിട്ടും ആ സ്ഥാനത്ത് നിന്നും റിട്ടയർഡ് ചെയ്തിട്ട് പോലും ഒരു നിമിഷം പോലും ജീവിതം വ്യർത്ഥമാക്കാതെ പ്രവർത്തിച്ച ആളാണ് അബ്ദുൽ കലാം സാബ്. നഹി കച്ചിക്ഷണം അവിജാത ദുഷ്ടത്തെ കർമ്മകത്. അദ്ദേഹം എങ്ങനെയാ ഗീതാശാസ്ത്രം പഠിച്ചതിനുള്ള സന്ദർഭമൊക്കെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അന്യജാതിയിൽ, അതായത് ഹിന്ദു മതത്തിൽപ്പെട്ട ആളല്ല, എന്നിട്ട് പോലും അദ്ദേഹം ഗീതാശാസ്ത്രം, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ പുസ്തകമൊക്കെ വായിച്ചാൽ നിങ്ങൾക്കറിയാം ഗീതാശാസ്ത്രം ടച്ച് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളതും പ്രസംഗിച്ചിട്ടുള്ളതും. അവസാന കാലത്ത് പ്രസംഗിച്ചുകൊണ്ട് തന്നെ ശരീരം ത്യജിച്ചയാളാണ്. നഹി കച്ചിക്ഷണം അഭിജാത ദുഷ്ടത്യ കർമ്മ കാര്യത്തേക്ക് വശക്കർമ്മ സർവ പ്രകൃതി ചൈഗുണൈ. ഗീതാശാസ്ത്രം പഠിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രായപരിധി പോലും പ്രശ്നമല്ലായിരുന്നു. അദ്ദേഹം ഒരു നിമിഷം പോലും വേസ്റ്റ് ആക്കാതെ പ്രവർത്തിച്ചിട്ടുള്ളതാണ്. അത് നമുക്ക് റോൾ മോഡലാക്കാൻ പറ്റിയ ചില ജന്മങ്ങൾ ഇന്നുമുണ്ട്. കാരണം ഭാരതവർഷത്തിൽ ഇതൊരിക്കലും ഏത് വിദേശികളെ ഒന്ന് ഭരിച്ചാലും ഇതിൻ്റെ അടിത്തറ ഇളക്കാൻ സാധ്യമല്ല, അല്ലേ? ബ്രിട്ടീഷുകാരെ അവിടെ പോയിട്ട് ഇവിടെ ഭരണമേറ്റിട്ട് അവിടുത്തെ പാർലമെന്റിൽ ഇവിടുത്തെ അടിത്തറ എന്താന്ന് മനസ്സിലാക്കിയിട്ട് ആ ഹെറിറ്റേജ് ഇല്ലാതെയാക്കാതെ ഇവിടെ ഒരു കാരണവശാലും നമുക്ക് കുറച്ചു കാലമെങ്കിലും ഭരിക്കാൻ പറ്റില്ല. ശാശ്വതം അല്ല എന്ന് അവർക്കും അറിയായിരുന്നു. എന്നാലും വേണ്ടില്ല, കുറേ കാലം ഇവിടെ ഭരിക്കാൻ സാധിച്ചത് നമ്മുടെ ആധ്യാത്മിക അടിത്തറ ഇളക്കി. അതിനുള്ള വിദ്യാഭ്യാസ സിസ്റ്റം പാർലമെന്റിൽ ബില്ല് പാസ്സാക്കി, അവരുടെ പാർലമെന്റിൽ പാസ്സാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് നടപ്പാക്കി. നമ്മൾ പാർലമെന്റിൽ എന്തെങ്കിലും പാസ്സാക്കിയാൽ നമ്മൾ തന്നെ അത് തെറ്റിക്കും, ഇല്ലേ? ഇന്നും ആർമി ഓർഡർ വരെ ഉപയോഗിക്കുന്നത് ബ്രിട്ടീഷ് ആർമി ഓർഡറാ. ഇന്ത്യൻ ആർമി ഓർഡർ എന്നുള്ളത് മാറ്റി, പേര് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. ഞാൻ ആർമിയിൽ ഉണ്ടായിരുന്ന ആളാ. ബ്രിട്ടീഷ് ആർമി ഓർഡർ ഇന്ത്യൻ ആർമി ഓർഡർ എന്നുള്ളത് മാറ്റി അവർ. കാരണം അത്ര സിസ്റ്റമാറ്റിക് ആയിട്ട് അവർ ചിട്ടപ്പെടുത്തി. ആ ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ ഈ ആർമി ഒന്നും ശരിക്കും പ്രവർത്തിക്കില്ല. പട്ടാളം ഇന്നത്തെ 2ാം സ്ഥാനത്ത് 3ാം സ്ഥാനത്ത് ലോകത്തിൽ എത്തില്ല. അപ്പം ചിലർ നമ്മളെ വിദേശികൾ അങ്ങനെയാണല്ലോ. നമ്മളിപ്പോൾ ഒരു വീട് പോയിട്ട് ആക്രമിച്ചോ ഇല്ലേ, നമ്മൾ അവിടുത്തെ ഭരണം ഏറ്റെടുക്കോ ഇല്ലേ, എന്തെങ്കിലും ചെയ്താൽ നമ്മുടെ നിയമമല്ലേ നമ്മളവിടെ പാലിക്കുക, നടപ്പാക്കുക. എന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ആൾക്കാരും പോയിട്ടില്ലേ ഇഷ്ടം പോലെ. അവരുടെ സ്ഥാനമാനങ്ങൾ, അവർ കൊടുത്ത സ്ഥാനമാനങ്ങൾ വഹിച്ചിട്ടില്ലേ? അത് രാജ്യദ്രോഹമല്ലായിരുന്നോ ചെയ്തത്? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ അച്യുതണ്ടായിട്ട് പ്രവർത്തിക്കുന്ന സുമേരു പർവ്വതം നമ്മുടെ ഹിമാലയത്തിലാണെങ്കിൽ, നമ്മുടെ ഭാരതവർഷത്തിലാണെങ്കിൽ അതുപോലെ അടിയുറച്ചതാണ് ആധ്യാത്മിക അടിത്തറ. ആര് വന്നിട്ട്, വിദേശികൾ വന്നിട്ടും അത് ഇളക്കി പറിച്ച് മാറ്റാൻ ശ്രമിച്ചാൽ ഒരു കാരണവശാലും സാധ്യമല്ല. കാരണം എല്ലാ 100 വർഷത്തിലും ഒരാളെങ്കിലും ഈ ആധ്യാത്മികതയെ പ്രചരിപ്പിക്കാൻ, അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ ജന്മമെടുക്കുമെന്ന് ഭഗവാൻ ഭാരതവർഷത്തിന് അനുഗ്രഹം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായിട്ട് ഇളക്കിപ്പറിച്ച് കളയാൻ സാധ്യമല്ല. ഏത് ആധുനിക വിദേശികൾ വന്നാലും വേണ്ടില്ല, പാശ്ചാത്യ സംസ്കാരം ഇവിടെ കൊണ്ടുവന്ന് നിറച്ചാലും വേണ്ടില്ല, അടിത്തറ ഇളക്കാൻ സാധ്യമല്ല. ഇപ്പോഴും ഉണ്ടല്ലോ, നമ്മളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ പഠിക്കാനിരിക്കുന്നവരെ, പഠിപ്പിക്കാനിരിക്കുന്നവരും ഉണ്ടല്ലോ. അപ്പൊ ത്രേതായുഗത്തിലെ ഒരു മഹത് വ്യക്തിയെ, ഒരു രാജ്യം ഭരിച്ചിരുന്ന കർമ്മത്തിനനുസരിച്ച്, ജനകനൊക്കെ എങ്ങനെയാ രാജ്യം ഭരിച്ചിരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം, ഇല്ലേ? രാവണന്റെ അടുത്ത് വരെ ശ്രീരാമൻ ലക്ഷ്മണനോട് മരിക്കുന്ന സമയത്ത് ധർമ്മോപദേശം കേൾക്കാൻ പറയുന്നുണ്ട്. രാവണൻ നിസ്സാരക്കാരനൊന്നുമില്ല, ബ്രഹ്മചാരിയായിരുന്നു, രാജർഷിയായിരുന്നു.
പക്ഷെ ഒരൊറ്റ ഭൗതിക വിഷയത്തിൽ രമിക്കാൻ പോയത് കൊണ്ട് അതിൻ്റെ അത്യാഗ്രഹവും ആസക്തിയും ഉണ്ടായതിൻ്റെ പേരിലാണ് ഈ ശ്രീരാമന് പോലും രാവണനെ കൊല്ലേണ്ടി വന്നത്. നമുക്ക് ഇപ്പൊ എത്ര ബ്രഹ്മചാരി ആയിരുന്നാലും വേണ്ടില്ല, നമ്മൾ ഏത് സമയത്താണോ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ച അധർമ്മത്തിന് അനുസരിച്ച് മറ്റുള്ളവരെ ഉപദ്രവിക്കാനും ദ്രോഹിക്കാനും ഒക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ, പിടിച്ചു പറിക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ ജന്മത്തെ ഇല്ലാതെയാക്കും. യാതൊരു സംശയമില്ല. ഇതുവരെ ചെയ്ത അച്ചീവ്മെന്റ് മുഴുവൻ ഇല്ലാതെയാക്കും. 100 കാര്യം നല്ലത് ചെയ്തിട്ട് നമ്മുടെ പോലും മക്കളെ വരെ ശ്രദ്ധിച്ചോളൂ. 100 കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രവർത്തിച്ച ഒരു മകൻ ഒരു തെറ്റ് ചെയ്താൽ പിടിച്ച് പുറത്താക്കില്ല നിങ്ങള്. ഭഗവാൻ അങ്ങനെയല്ല. നല്ല സുദുരാചാരിയായിരുന്നാലും വേണ്ടില്ല, എന്നെ അഭയം പ്രാപിച്ച ക്ഷിപ്രം ഭവതി ധർമാത്മാ എന്നാ ഭഗവാൻ പറഞ്ഞത് അല്ലേ? ഗീതാശാസ്ത്രം തന്നെ അതിന് സാക്ഷിയാ. അടുത്ത 9-ാം അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ പറയുന്നുണ്ട്, ജീവിതകാലം മുഴുവൻ നല്ല സുദുരാചാരി എന്ന് പറഞ്ഞ നല്ല ദുരാചാരിയായിരുന്നാലും വേണ്ടില്ല, അവസാനമെങ്കിലും എന്നെ അനന്യമായിട്ട് ശരണം പ്രാപിച്ചാൽ അവനെ ഞാൻ ധർമാത്മാവായിട്ട് കൈപിടിച്ചുയർത്തുന്ന പറഞ്ഞ ക്ഷിപ്രം ഭവതി ധർമാത്മാ ശാശ്വത ശാന്തി നികച്ചതി. എന്നിലേക്ക് എത്തുന്നത് വരെ അവനെ ഞാൻ വിടില്ല. എൻ്റെ ഭക്തൻ ഒരിക്കലും നശിക്കില്ല. നമേ ഭക്ത പ്രണസതി എന്ന് പറഞ്ഞു. ജീവിതത്തിൽ ഒരു ഘട്ടത്തിലെങ്കിലും നിങ്ങൾ ഭഗവാന്റെ ഭക്തനായിട്ട് മാറിയാൽ മതി. ഒരു ചുവട് വച്ചാൽ സ്വല്പം അഭ്യസ്യ ധർമ്മസ്യ ത്രായതോ മഹതോ ഭയാൽ. ഇതൊക്കെ എവിടെ നടക്കണേ? ഇത് ഭാരതത്തിലാണ് നടക്കണേ. എത്ര കലിയുഗം വന്നാലും ഈ ആധ്യാത്മിക അടിത്തറ ഇളക്കാൻ ആർക്കും സാധ്യമല്ല അല്ലേ? ശ്രീരാമകൃഷ്ണനെ കൊണ്ടുപോയിട്ട് ഈ ക്യാൻസർ വന്നിട്ട് ചികിത്സിക്കാൻ കൊണ്ടുപോയപ്പോഴോ അല്ലെ അതിനു മുമ്പ് അതിൻ്റെ ഏറ്റവും വലിയ ഇദ്ദേഹത്തിന് ഈ കാളിയുടെ ഉപാസനയൊക്കെ തുടങ്ങിയിട്ട് കുറച്ച് പരിഭ്രമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ മറ്റുള്ളവർക്ക് ഇദ്ദേഹത്തിന് തോന്നി, വീട്ടിലുള്ളവർക്കോ പുറത്തുള്ളവർക്കോ ഇദ്ദേഹത്തിന് എന്തോ ഭ്രാന്താന്ന് പറഞ്ഞിട്ട് മാനസിക ചികിത്സയ്ക്ക് കൊണ്ടുപോയി. അപ്പം ഡോക്ടറോട് പറഞ്ഞ് രാമകൃഷ്ണൻ പറഞ്ഞ് എന്താണെന്നറിയോ? ശ്രീരാമകൃഷ്ണൻ പറയുന്നത്, എന്നിലുള്ള ഓങ്കാരത്തെ നിങ്ങൾക്കെടുത്ത് മാറ്റാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. ബാക്കി എന്ത് വേണമെങ്കിലും നിങ്ങൾ എന്നെ മയക്കാൻ സാധിക്കും, കിടത്തി ഉറക്കാൻ സാധിക്കും, എന്ത് ചെയ്യാൻ സാധിക്കും. എന്നിലുള്ള ഓങ്കാരം നിങ്ങൾക്കെടുത്ത് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ആ ഓങ്കാരമാണ്, ബ്രഹ്മനാദമാണ്. ആ ബ്രഹ്മനാദത്തിൽ നിന്നാണ് ഇന്ന് ലോകത്ത് ഉപയോഗിക്കുന്ന സകല ഭാഷകളുടെ ഉൽപ്പത്തി. സ്വയംകൃതമായ ഭാഷ സംസ്കൃതത്തിൻ്റെ ഉൽപ്പത്തിയും ബ്രഹ്മനാദത്തിൽ നിന്നാണ്. ആ ലോകത്തിലെ ആദ്യത്തെ ശബ്ദം ബ്രഹ്മനാദമാണ്. അതിൽ നിന്നാണ് അക്ഷരങ്ങൾ ഉണ്ടായത്, അതിൽ നിന്നാണ് ഭാഷകൾ ഉണ്ടായത്. അതിൻ്റെ ഉൽപ്പത്തി സ്ഥാനം സുമേരു പർവ്വതം ഭാരതത്തിലാണെങ്കിൽ ഈ ഓങ്കാരത്തിൻ്റെയും സ്ഥാനം ഭാരതം കേന്ദ്രീകരിച്ചാണ് നിൽക്കുന്നത്. അത് ഏത് വിദേശി വന്നാലും വിളക്കി മാറ്റാൻ സാധിക്കില്ല. അതെല്ലാ 100 വർഷത്തിനും അതിൻ്റെ പ്രഭാവം ഉയർത്തിക്കൊണ്ടുവരാൻ ആരെങ്കിലുമൊക്കെ മനുഷ്യര് തന്നെ ജന്മമെടുക്കും. ഇത് പണ്ടേ ഞാൻ പറയുന്നതൊന്നുമല്ല, പണ്ടേ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്, സപ്തർഷികൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ പുരാണം മഹാഭാരതത്തിന്റെ ചരിത്രം വായിച്ചാൽ അറിയാം. ധർമ്മശാസ്ത്രമാകുന്ന മഹാഭാരതത്തിൽ സംഭവിക്കാത്തതൊന്നും ലോകത്ത് ഒരു കാലത്തും സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് വ്യാസൻ പോലും, അല്ലേ? അപ്പൊ നമുക്ക് റോൾ മോഡലായിട്ട് എടുക്കാൻ ജനകനെ പോലെ പിൻഗാമികളായിട്ട് ഇഷ്ടം പോലെ തത്വദർശികളായിട്ടുള്ള ഗുരുക്കന്മാരുണ്ട്. നമ്മുടെ പ്രകൃതി പോലും ഗുരുവാണ്. 24 ഗുരുക്കന്മാരെ പറ്റി നമ്മുടെ ഭാഗവതം നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്, അല്ലേ? നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ അനുഭവിക്കുന്നതെല്ലാം നമ്മുടെ ഗുരുസ്ഥാനമാണ്. അതിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഗുണവും ദോഷവും ഉണ്ട്, ചിന്തയിലുണ്ട്, വാക്കിലുണ്ട്, പ്രവൃത്തിയുണ്ട്. നമ്മുടെ ശരീരം തന്നെ നമ്മുടെ ഗുരുവാണ്. ശരീരത്തിന്റെ സിസ്റ്റം തന്നെ പഠിച്ചാൽ മതി. ഏറ്റവും വലിയ അത്ഭുതം എനിക്ക് തോന്നുന്നത്, നമ്മൾ ഇപ്പൊ ഈ സ്വഭാവത്തോടുകൂടി ഈ ഇരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ഈ ശരീരം ത്യജിക്കപ്പെട്ടാൽ, ഈ ശരീരം നിങ്ങൾ ദഹിപ്പിക്കുകയോ മണലിടുകയോ എന്ത് ചെയ്താലും വേണ്ടില്ല, ഇതിന്റെ ആകാശം, അഗ്നി, വായു, ജലം, ഭൂമി, മനസ്സ്, ബുദ്ധി, അഹങ്കാരം 8 കൂട്ടാണല്ലോ ഇത് ചേർത്ത് വെച്ചിരിക്കുന്നത്. ഈ ഘടകങ്ങളൊക്കെ അതാത് സ്ഥാനങ്ങളിലേക്ക് അദൃശ്യ രൂപത്തിൽ ഈ പ്രകൃതിയിലേക്ക് ലയിക്കും. പിന്നെ നമ്മുടെ സ്വഭാവം ഏതാണോ, ആത്മബലം, വാസനാബലം എന്താണോ അതനുസരിച്ച് കൊണ്ടുള്ള ശരീരം ഈ പ്രകൃതിയിൽ നിന്ന് തന്നെ കടഞ്ഞെടുത്ത് നമുക്ക് തരിക. ആ ജീവൻ തന്നെ ആ ശരീരത്തിൽ പ്രവേശിച്ച് നമ്മുടെ പുനർജന്മം നൽകുന്നതാരാ? അപ്പൊ ഈ ശരീരത്തെ തെറ്റി പഠിക്കാനില്ലേ? നമ്മൾ വേറിട്ട് പോയ നമ്മുടെ ശരീരത്തിലെ ഘടകങ്ങളെ വീണ്ടും സ്വരൂപിച്ച്
അത് ചേർത്ത് വെച്ച് അതേ സ്വഭാവം കാണിക്കുന്ന വിധത്തിൽ നമുക്കൊരു ശരീരം കടഞ്ഞെടുത്ത് പ്രകൃതിയിൽ നിന്ന് നൽകുന്നത് ആരാണ്? അതൊരൊറ്റ ശക്തിയാണ്. അതാണ് നമ്മുടെ ആത്മബോധം, അതാണ് പരമാത്മാവ്, അതാണ് ബ്രഹ്മം, അതാണ് ഈശ്വരൻ. ഇത് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിലേ ഞാൻ പ്രാക്ടീസ് ചെയ്യിക്കുന്ന ആ ധ്യാനത്തിൽ ഉത്തരഗീത പഠിക്കുമ്പോഴാണ് കൃത്യമായിട്ട് നമ്മുടെ മനസ്സെവിടെയാ, ഈശ്വരൻ എവിടെയാന്നൊക്കെ ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. ഉത്തരഗീതയിലാണ് അത്. എനിക്ക് ഗീത മുഴുവൻ പഠിച്ചിട്ട് പോലും മനസ്സിലായില്ല. എവിടെ ഇരിക്കണേ, ഹൃദയസ്ഥാനത്തായിരിക്കണേ, സർവസ്യ ജാഗം ഹൃദയ സന്നിവിഷ്ടോ എന്നൊക്കെ ഭഗവാൻ പറയുന്നുണ്ടെങ്കിലും ഉത്തരഗീതാനാണ് ക്ലാരിഫൈ ചെയ്ത് തരുന്നത്. ആജ്ഞാചക്രം എവിടെ ആയിരിക്കണേ? ഭ്രൂമധ്യത്തിലാണ് മനസ്സിരിക്കുക. മനസ്സിലാണ് ഒരു ബിന്ദു രൂപത്തിലാണ് ജീവൻ നിൽക്കുക. ഇത് തന്നെയാണ് പ്രപഞ്ചപ്രാണൻ, ഇത് തന്നെയാണ് നമ്മുടെ പ്രാണൻ. ഇത് രണ്ടും ഒന്നാണെന്ന് ചിന്തിച്ചാൽ നിങ്ങൾ പരമപദത്തിൽ ജീവൻ മുക്തിയിലെത്തും. രണ്ടായിട്ട് കണ്ടാൽ രണ്ടായിട്ട് തന്നെ നിൽക്കും. പിന്നെ തിരിച്ചു വരുന്നതും രണ്ടായിട്ടായിരിക്കും. അതേസമയം ഒന്നാണെന്ന് കണ്ടുകൊണ്ട് ആ വാസനാബലത്തെ നിങ്ങൾ ശരീരം ത്യജിച്ചാൽ, അതാണ് മരിച്ചിട്ട് കിട്ടേണ്ട അവസ്ഥയല്ല ജീവൻ മുക്തി. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ, ശരീരത്തോടു കൂടി ഇരിക്കുമ്പോൾ തന്നെ ഈ ആത്മബോധത്തിൽ ഉറച്ചു നിന്ന് ഈ വാസനാബലത്താൽ നിങ്ങൾക്ക് ശരീരം ത്യജിക്കാൻ സാധിച്ചാൽ ജീവാത്മാവും പരമാത്മാവും ഒന്നാകുന്ന അവസ്ഥ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ, ശരീരത്തോട് ഇരിക്കുമ്പോൾ തന്നെ, ഈ ജന്മത്തിൽ തന്നെ ഇവിടെ വെച്ച് തന്നെ സാധിച്ചാൽ നിങ്ങളുടെ ശരീരം വിട്ടാലും പരമാത്മാവിലേക്ക് പോകും. അതിനെന്താ ചെയ്യേണ്ടത്? ആസക്തി കൂടാതെ കർത്തവ്യകർമ്മം നന്നായിട്ട് ചെയ്യുക. അസക്തനായിക്കൊണ്ട്, നിസ്സംഗനായിക്കൊണ്ട് അവനവൻ്റെ പ്രാരാബ്ധങ്ങൾ എന്തു തന്നെയായാലും അത് കൃത്യമായിട്ട് ചെയ്യുക. അതിനി മറ്റൊരു കാരണം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കില്ലെങ്കിൽ ലോക നന്മയെ ഉദ്ദേശിച്ചിട്ടാണെങ്കിലും കർത്തവ്യകർമ്മം വിടാതെ ചെയ്യണം. അങ്ങനെയുള്ള ഒരാളാണ് ആയിരുന്നു ജനക മഹാരാജാവ് എന്ന് ഭഗവാൻ പറയുന്നു. അതുകൊണ്ട് ഇനി അടുത്തത് അത് എങ്ങനെ ആചരിക്കണം എന്ന് പറയേണ്ടത്. യദ്യദാചരതി ശ്രേഷ്ഠ, അത് നമുക്ക് നാളത്തെ പോർഷനിൽ ചിന്തിക്കാം. എന്നാലും ഇത്തരത്തിലുള്ള മഹാത്മാക്കൾ ഭാരതവർഷത്തിൽ അനേകം തത്വദർശികളായിട്ടുള്ള സപ്തർഷികളുടെ കാലം തൊട്ട്, സനകാദികളുടെ കാലം തൊട്ട് നമുക്ക് വ്യാസനെ പോലുള്ളവരും അങ്ങനെയുള്ള ഗുരുക്കന്മാരൊക്കെ ഫോളോ അപ്പ് ആയിട്ട് അനേകം പേര് ഇന്നുമുണ്ട്, ഇല്ലാതെ ഒന്നുമില്ല. അപൂർണമായിട്ട് അന്യം നിന്ന് പോയിട്ടൊന്നുമില്ല. ഇന്നും ഭാരതവർഷത്തിൽ അങ്ങനെയുള്ള ഗുരുക്കന്മാരുണ്ട്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആണ് ലോക പ്രശസ്തനായിരിക്കുന്ന വിവേകാനന്ദ ശങ്കരാചാര്യ സ്വാമികളൊക്കെ ലോകത്ത് അറിയപ്പെടുന്ന ഗുരുക്കന്മാരല്ലേ. അത് കേരളത്തിലുള്ളവർ പൂർണ്ണമായിട്ട് നമ്പൂരിമാർ വരെ ഉൾക്കൊള്ളുന്നില്ല എന്ന് മാത്രം, അത്രേ ഉള്ളൂ അല്ലേ. ഇപ്പൊ ലേറ്റസ്റ്റ് ഇവിടെ വന്നിട്ട് ഈ ഗീതാജ്ഞാന യജ്ഞം പോലും വിളക്ക് വെച്ചത് ഒരു നമ്പൂതിരി സമുദായത്തിൽ നിന്ന് ഉയർന്നു വന്ന ലോക പ്രശസ്തനായിരിക്കുന്ന ഒരു മഹാത്മാവാണ്. എത്ര പേരറിയും? അപ്പൊ ഈ സിസ്റ്റം ഒന്നും ഫോളോ അപ്പ് നടക്കുന്നുണ്ട്. ഈ ഇത്തരത്തിലുള്ള മഹാത്മാക്കൾ ഭാരതവർഷത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അവരെ മാതൃകയായി സ്വീകരിക്കാനാണ് പറയുന്നത്. യദ്യദാചരതി ശ്രേഷ്ഠ ദേവതാരോചനാഹ സയൽ പ്രമാണം കുരുതേ ലോകസ്ഥേതു അനുവർത്തതേ എന്ന് പറഞ്ഞു. അപ്പൊ ലോക നന്മയെ ഉദ്ദേശിച്ചാലും ഇങ്ങനെയുള്ള തത്വദർശികളായിട്ടുള്ള ഗുരുക്കന്മാരെ ശരണം പ്രാപിച്ച് അവരുടെ പാത നമ്മൾ സ്വീകരിക്കാം. അവര് അറിയുന്ന മാർഗദർശനത്തിലൂടെ നമ്മളിലുള്ള ശക്തിയെ ഉണർത്താനാണ് അവരുപദേശിക്കുന്നത്. ഗുരുവിന്റെ ആവശ്യകത എന്തിനാ? നമ്മളിലുള്ള സിസ്റ്റത്തെ പെർഫെക്റ്റ് ആക്കിയിട്ട് നമ്മുടെ ശരീരത്തുള്ള ഈ ഈശ്വരന്റെ ശക്തിയെ സാക്ഷാത്കരിക്കാൻ നമുക്ക് സാധിക്കുന്ന വിധത്തിൽ പരിപക്വമാക്കുക എന്നുള്ള ഒരു ഗുരുവിന്റെ ഡ്യൂട്ടി. ഞാനിപ്പോൾ ഈ ഉപദേശമൊക്കെ ഗീതോപദേശമാണെങ്കിലും നൽകുന്നത് നിങ്ങൾ ഇവിടെ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും തുടക്കം പോയിട്ട് 22 വർഷമായിട്ട് ആർക്കും പറഞ്ഞു കൊടുക്കാറില്ല. നിങ്ങൾക്ക് ജീവൻ മുക്ത ഭാവം എത്തണോ, ഈശ്വരനിലേക്ക് എത്തണോ, ഇനി ഒരു ജന്മം ഇല്ലാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് എത്തണോ, അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഗീതോപദേശത്തെ ഉപയോഗിക്കുന്നത്. അല്ലാതെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഗീതാശാസ്ത്രത്തെ ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കാറില്ല.
മനുഷ്യജന്മത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പരമപദ പ്രാപ്തിയാണ്. മനുഷ്യജന്മത്തിലൂടെ മാത്രമേ സാധിക്കൂ. ദേവന്മാർ പോലും ആഗ്രഹിക്കുന്നു. ഇപ്പൊ ഭഗവാൻ പോലും മനുഷ്യനായിട്ട് എന്തിനാണ് ജനിച്ചത്? ഭഗവാന് സാന്നിധ്യം മാത്രം കൊണ്ട് ഈ കംസന്മാരെയും ഇല്ലേ രാവണന്മാരെയൊക്കെ ഇല്ലാതെയാക്കായിരുന്നു. എന്തിനാ മനുഷ്യാവതാരം തെരഞ്ഞെടുത്തത്? ഇതൊക്കെ നമ്മൾ യുക്തിവിചാരം ചെയ്യണം. അത് രാമനായിട്ട് അവതരിച്ചിട്ടും പൂർണ്ണാവതാരമായിട്ട് വന്നത് ഏതാ? 9ാമത്തെ അവതാരമാണ് അല്ലേ? നമ്മൾ 9ാമത്തെ അവതാര. 10 വിധ സൃഷ്ടിയിൽ 9ാമത്തെ സൃഷ്ടിയാണ് മനുഷ്യജന്മം. ഒരു പൂർണ്ണ മനുഷ്യൻ, ഒരു ഉത്തമ മനുഷ്യൻ എങ്ങനെ ആയിരിക്കണം എന്ന് ഭഗവാൻ പൂർണ്ണമായിട്ട് ജനിച്ചപ്പോൾ മുതൽ അവതരിച്ച് ചെയ്ത് 125 ഒരു മനുഷ്യായുസ് മുഴുവൻ എപ്രകാരമാണ് ഒരു മനുഷ്യൻ പൂർത്തീകരിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് കാണിച്ചു തന്നു. ഇതിൽ കൂടുതൽ ഒരു റോൾ മോഡൽ നമുക്ക് ഭഗവാൻ ഒരിക്കലും എന്നെ റോൾ മോഡലാക്കാൻ പറഞ്ഞിട്ടുമില്ല. അതാണ് രസം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഈ ഗീത തന്നെ നമ്മൾ ഉപദേശിക്കുമ്പോൾ പല സ്ഥലത്തും ഭഗവാൻ ശ്രീകൃഷ്ണനാണ് പറയുന്നതെന്ന് നമുക്കറിയാം. പക്ഷെ എന്നാലും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പേര് ഉപയോഗിച്ചിട്ടില്ല. ശ്രീകൃഷ്ണ വാച എന്ന് ഒരിടത്തും വ്യാസൻ പ്രയോഗിച്ചിട്ടില്ല. ഭഗവാൻ വാച എന്നാണ് പറഞ്ഞേക്കുന്നത്. ഒരു കോപ്പിറൈറ്റും വെച്ചിട്ടില്ല. നമ്മളാണെങ്കിൽ നമ്മുടെ പേര്, ഞാനൊരു പ്രഭാഷണം നടത്തിയ എൻ്റെ ഫോണും നമ്പറും എൻ്റെ പേരും പറഞ്ഞിട്ട് ഞാൻ ഇന്ന ആളാണെന്നൊക്കെ പരിചയപ്പെടുത്തും അല്ലേ? ഞാൻ എൻ്റെ യൂട്യൂബിലൊക്കെ കിടക്കുന്ന ക്ലിപ്പുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഒരിടത്തും എൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കെന്ത് കോപ്പിറൈറ്റാ? ഭഗവാൻ പറഞ്ഞത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു എന്നേ ഉള്ളൂ. ഞാൻ കേവലം ഒരു നിമിത്തം മാത്രം. ഭഗവാൻ പോലും ഭഗവാന്റെ പേര് ഉപയോഗിച്ചില്ല. പിന്നെ എനിക്ക് എൻ്റെ പേര് ഉപയോഗിക്കേണ്ട ആവശ്യം എന്താ? എനിക്കെന്താ കോപ്പിറൈറ്റ്? അപ്പൊ ഇതുപോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് എങ്ങനെ ഇത് ഈ ഒരു സ്ഥിതിയിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചത്? പൂർവികരായിട്ട് കാണിച്ചു തന്നിട്ടുള്ള മാർഗത്തെ, ട്രഡീഷൻ, ആ സംസ്കാരത്തെ നമ്മളെ യഥാവിധി നമ്മൾ ചെയ്ത് വരും തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കാനാണ് ഭഗവാൻ ഇനി പറയുന്നത്. അതിന് മഹാത്മാക്കൾ അനേകം പേരുണ്ട്, ജനകരെ പോലുള്ളവർ നമുക്കിപ്പോഴും ഉണ്ട്, ഇല്ലായൊന്നുമില്ല. എത്തിയത് ആദരസി ശേഷം തദ്ദേവതാരോ ജനാകാശയിൽ പ്രമാണം കുരുതേ ലോകസേതുവനെ വർത്തതെ. പക്ഷെ ഇന്നുള്ള ആചാര്യന്മാരും ഗുരുക്കന്മാരും എന്താ, നിങ്ങൾ അത് ചെയ്യൂ, ഇത് ചെയ്യൂ, നാമം ജപിക്കൂ എന്നൊക്കെ പറയും. ഇവർ പോയിട്ട് 10 നാമം ജപിക്കില്ല. ഞാൻ 100 നാമം ജപിച്ചിട്ടാ നിങ്ങളോട് 10 നാമം ജപിക്കാൻ ഞാൻ പറയാറുള്ളൂ. നമ്മൾ ചെയ്യാത്ത കാര്യം മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോയ ആ ട്രഡീഷൻ നിലനിൽക്കില്ല. അല്ലെങ്കിൽ തന്നെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചാൽ പോലും 5 തലമുറ കഴിയുമ്പോഴത്തേനും നഷ്ടമാകും. ഏവം പരമ്പരാപ്രാപ്തം ഇമം രാജർഷയോ വിധം സാ കാലേനേക മഹതാ യോഗോ നഷ്ടപരന്തപ. ഇപ്പൊ ഭഗവാൻ തന്നെ ഈ യോഗമൊക്കെ സൂര്യനാണ് ആദ്യം ഉപദേശിച്ചെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് സൂര്യന്റെ പരമ്പരയിൽ ഒരു 5 തലമുറ വരെ നിന്നു. അത് കഴിഞ്ഞിട്ട് അത് ഫോളോപ്പില്ലാതെ പോയി. അതുകൊണ്ടാണ് ഈ ധർമ്മ യുദ്ധം വരെ വേണ്ടി വന്നതെന്ന് ഭഗവാൻ അർജുനോട് പറയുന്നുണ്ട്. നീ എൻ്റെ ഏറ്റവും പ്രിയനായതുകൊണ്ട് നിന്നോട് ഞാൻ ഈ യോഗം പറയാമെന്ന് പറഞ്ഞു. അപ്പോഴും നഷ്ടപ്പെടാതിരിക്കാൻ ഒരു സിസ്റ്റം ഭഗവാൻ കൊണ്ടുവന്നല്ലോ അവിടെ. പൂർണ്ണമായിട്ട് നഷ്ടപ്പെടാൻ ഒന്നും അനുവദിക്കില്ല. പ്രകൃതി നിയമം അതാ. ഇന്നും ഈ യോഗം കൃത്യമായിട്ട് പാലിക്കുന്നത് സൂര്യൻ മാത്ര. എത്രയോ കാലം മുമ്പ് ജനിച്ചതാ. കൽപ്പാന്ത കാലത്തിന്റെ സൃഷ്ടികാലത്ത് സൂര്യൻ ഉദിച്ചു നിൽക്കുന്നതാ. സൂര്യന്റെ കർമ്മത്തിന് യാതൊരു വിഷയം വരുത്താതെ, ഒരു പക്ഷഭേദവും ഇല്ലാതെ കൃത്യമായിട്ട് സൂര്യബുദ്ധി പ്രവർത്തിക്കുന്നത് ഈ ഭഗവാൻ പറഞ്ഞു കൊടുത്ത യോഗത്തിൽ അധിഷ്ഠിതമായിക്കൊണ്ടാണ്. അതുകൊണ്ടാണ് ബ്രാഹ്മണർ ഒരു ഗായത്രി മന്ത്രം ജപിച്ചു ഇവിടെ തന്നെ എഴുതി വെച്ചിരിക്കുന്ന ധിയോ യോ ന പ്രചോദയാതെന്ന. സൂര്യബുദ്ധിയിലേക്ക് ഉയരാനാ പറയുന്ന ബ്രാഹ്മണരോട്. അതിന് ട്രഡീഷൻ പാലിക്കണ്ടേ? വെറുതെ പിടിച്ചു ഉയർത്തൊന്നുമില്ല. ഗായത്രി മന്ത്രം ഉപദേശിച്ചാൽ മതി. അത് ഉപദേശിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? എന്നിട്ടെല്ലാം പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ അവനും ചെയ്യേണ്ട ഒന്നും ചെയ്യില്ല. എല്ലാ അധികാരം നഷ്ടപ്പെട്ടു, കുലീനത്തെ നഷ്ടപ്പെട്ടു, ആഠ്യത്തെ നഷ്ടപ്പെട്ടു, ജന്മിത്തം നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നടന്നിട്ട് എന്താ കാര്യം? നമ്മൾ 5 പരശുരാമൻ തന്നെ ഇവിടെ ഒരു സിസ്റ്റം നടപ്പാക്കിയിട്ട് 5 തലമുറ ദേവസ്വവും ബ്രഹ്മസ്വവും തിരിച്ചിട്ട് നിങ്ങളിത് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ഒരു ശാസന വ്യവസ്ഥിതി എല്ലാവർക്കും പറഞ്ഞോളൂ. എല്ലാ ഗ്രാമങ്ങൾക്കും ഗ്രാമപരദേവതയും അവർക്കുള്ള ശാസന വ്യവസ്ഥയും കൃത്യമായിട്ട് അനുശാസിച്ചിരുന്നു. 5 തലമുറ വരെ വലിയ കുഴപ്പമില്ലാതെ നിന്നു. അത് കഴിഞ്ഞിട്ട് ഏവം പരമ്പരാപ്രാപ്തം ഇമൻ രാജർഷയോ വിധം സാ കാലേനേകം കഥാ യോഗവും നഷ്ടപരമത. ആ സിസ്റ്റം നിന്നപ്പോഴപ്പം ഈ യോഗവും നഷ്ടപ്പെട്ടു, സ്ഥാനമാനങ്ങളും നഷ്ടപ്പെട്ടു.
എന്നിട്ട് ഇപ്പം പുതിയ തലമുറയായാലും വേണ്ടില്ല, ഞങ്ങളുടെ അങ്ങനെയായിരുന്നു, പണ്ട് അങ്ങനെയായിരുന്നു, ഇങ്ങനെ ഉണ്ടായിരുന്നു, എല്ലാം പിടിച്ചടക്കിയിരുന്ന, എല്ലാം ഉണ്ടായിരുന്നു, ഇപ്പം എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ കരഞ്ഞുകൊണ്ട് നടന്നിട്ട് എന്താ കാര്യം? എന്നാൽ പൂർവീകർ കാണിച്ചു തന്ന ആ മാർഗം നമ്മൾ ഫോളോ ചെയ്യാനാണ് ഭഗവാൻ പറയുന്നത്. അത് അനുകരിക്കരുത്, അനുസരിക്കണം. യദ്യത് ആചരതി ശേഷ തദ്ദേവതാരോ ജനാഹ സയൽ പ്രമാണം കുറുതേ ലോകസ്ഥേന്ന് അനുവർത്തത എന്ന് പറഞ്ഞാൽ, പൂർവികരായിട്ടുള്ള ജനകനെ പോലുള്ള സപ്തർഷികളെ പോലുള്ള മഹാത്മാക്കൾ നമ്മുടെ ഭാരതവർഷത്തിലുണ്ട്. അവരെന്താണോ ചെയ്തിരുന്നത്, പരമപദ പ്രാപ്തിയിൽ എത്തിയിട്ടുള്ളവരുണ്ട്. അവരെന്താണോ ചെയ്തിരുന്നത് ആ ഒരു ട്രഡീഷൻ, സംസ്കാരത്തെ അനുസരിക്കാൻ തന്നെ ഭഗവാൻ പറയുന്നത്. നമുക്ക് കൂടുതൽ പറ്റുന്ന അനുകരിക്കാൻ പോകും. അനുകരിച്ചാൽ യഥാർത്ഥത്തിൽ സ്ഥിതിയിലെത്തില്ല. അനുകരിച്ചാലും കുറേയൊക്കെ നമുക്ക് അച്ചീവ്മെൻ്റ് ഒക്കെ ഉണ്ടാവും. പക്ഷേ എന്നാലും അത് ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാവും. ശാശ്വതമായ ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ശാസ്ത്രം എന്താണെന്ന് പഠിച്ചിട്ട് അത് അനുസരിക്കുക തന്നെ വേണം. അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മുടെ നന്മയെ മാത്രം ഉദ്ദേശിച്ചതല്ല, നമ്മൾ സഖയജ്ഞ ഭാവനാസഹിതമായിക്കൊണ്ടാണ് നമ്മളെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് ഭഗവാൻ. അതുകൊണ്ട് നമ്മുടെ സ്വാർത്ഥ താല്പര്യം, സംഹിത മനസ്സ് വെച്ചിട്ടല്ല നമ്മൾ പ്രവർത്തിക്കേണ്ടത്. കുറച്ച് വിശാല ബുദ്ധിയോടുകൂടി ലോക നന്മയെ ഉദ്ദേശിച്ചിട്ടാണെങ്കിലും മനുഷ്യൻ്റെ ധർമ്മം പാലിക്കണം എന്നാണ് പറയുന്നത്. അല്ലാതെ ഞാനിപ്പം ബ്രാഹ്മണരോ ക്ഷത്രിയരോ വൈശ്യരോ ശൂദ്രരോ ഒന്നും നമുക്ക് അത് വകതിരിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം ആരും അവരുടെ ആ കർത്തവ്യ കർമ്മങ്ങളെ വേണ്ട വിധത്തിൽ പാലിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് ടോട്ടലി മനുഷ്യ കുലധർമ്മം പാലിക്കണം എന്നേ ഞാൻ പറയുന്നുള്ളൂ. അത് കൃത്യമായിട്ട് അത് കർത്തവ്യ കർമ്മമായി കരുതി എല്ലാ മനുഷ്യരും അവരവരുടെ കർത്തവ്യ കർമ്മം കൃത്യമായിട്ട് പാലിച്ചാൽ അത് ലോക നന്മയെ ഉദ്ദേശിച്ചുകൊണ്ട് അത് ചെയ്യുക തന്നെ വേണം. ഇല്ലെങ്കിൽ അത് ചെയ്യാത്തവരെ കലിയുഗത്തിൽ 25% ധർമ്മത്തിന്റെ വ്യവസ്ഥയുള്ളൂ. ആ 25% ഉണ്ടല്ലോ, അത് നശിക്കാതെ അതിന് ക്ഷതം വരാതെ കാത്തു സംരക്ഷിച്ചാൽ ആ വ്യക്തിക്ക് പരമോദം പ്രാപിക്കാൻ സാധിക്കും, യാതൊരു സംശയമില്ല. അഥവാ ഈ 25% ധർമ്മത്തിൽ ആര് തൊട്ട് കളിച്ചാലും പറ്റില്ല. ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും വൈശ്യനായാലും ശൂദ്രനായാലും എത്ര ആചാര്യനായാലും ബ്രഹ്മജ്ഞാനി ആണെങ്കിലും വേണ്ടില്ല, 25% ധർമ്മത്തെ തൊട്ട് കളിച്ചാൽ അവനെ ഡിസ്റ്റർബ് ചെയ്യാനുള്ള വ്യവസ്ഥയാണ് 10ാമത്തെ സൃഷ്ടി. ഭഗവാൻ ഒന്ന് ചെയ്യുന്ന പോലെ തോന്നില്ല. നിർഗുണം പരബ്രഹ്മമായിട്ട് വിഗ്രഹരൂപത്തിലിരിക്കും. പക്ഷെ പ്രകൃതിയിൽ ആ സിസ്റ്റം ഉണ്ട്. ആരാണോ ധർമ്മത്തിന് ക്ഷതം വരുത്തുന്നത് അവനെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള വ്യവസ്ഥയുണ്ട്. ഡിസ്റ്റർബ് ചെയ്യുന്ന എന്തിനാ? അവന് ധർമ്മത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഒരു അവസരം കൊടുക്കുക. എന്നിട്ടും അത് കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ യാതൊരു സംശയവും ഇല്ല, ഈ ജന്മം നഷ്ടപ്പെടുത്തും, ഡിസ്ട്രോയ് ചെയ്യും. എന്നാലും അവനെ പൂർണ്ണമായിട്ട് വിടില്ല, അവിടെയും വിടില്ല. സുദർശനത്തിലേക്ക് എത്തിക്കുന്നവരെ ജാതസ്യ ധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്യ. അതിന് പരിഹാരമില്ല, അപരിഹാരാർത്ഥം. അതാണ് ഇന്നത്തെ കർമ്മയോഗം. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് ധ്യാനത്തിലിരിക്കുക. കണ്ണുകളടയ്ക്കുക, ചിന്മുദ്രയിലിരിക്കുക. ഭ്രൂമധ്യത്തിൽ ആജ്ഞാചക്രത്തിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുക. കണ്ണുകൾ അടയ്ക്കുക. ഒരു 5 പ്രാവശ്യം ശ്വാസം എടുത്ത് വിടുക. ആദ്യം ചെയ്തതുപോലെയല്ല, ഇത് സാവകാശം ശ്വാസം എടുക്കുക. എടുക്കുന്നതിൻ്റെ ഇരട്ടി സമയം കൊണ്ട് നിശ്വാസവായുവിനെ പുറത്തു വിടാൻ ശ്രമിക്കുക. അങ്ങനെ മനസ്സിൽ എണ്ണിക്കൊണ്ട് ശ്വാസം 5 എന്ന് എണ്ണിക്കൊണ്ട് എടുത്താൽ 10 എന്ന് എണ്ണിക്കൊണ്ട് വിടുക. 10 എന്ന് എണ്ണിക്കൊണ്ട് എടുത്താൽ 20 എന്ന് എണ്ണിക്കൊണ്ട് ശ്വാസം ഇടുക. അതായത് നാഡീശുദ്ധി പ്രാണായാമമാണ്. എടുക്കുന്നതിൻ്റെ ഇരട്ടി സമയം കൊണ്ട് നിശ്വാസവായുവിനെ പുറത്തു വിടുക. ഇതൊരു 5 പ്രാവശ്യം ചെയ്യുന്നവരെ കണ്ണുകൾ അടച്ചിരിക്കുക, മറ്റ് ചിന്തകളൊക്കെ ഉപേക്ഷിക്കുക, ചിന്മുദ്രയിൽ തന്നെ തുടരുക. കൈകൾ തൊഴുതു പിടിക്കുക.
പഞ്ചപ്രണവം. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ശാന്തി ശാന്തി ശാന്തി. കൈകൾ രണ്ടും മുറുകോട്ടിട്ട, തല കുമ്പിട്ട് ഗുരുപ്രണാമം. അർപ്പണ്യദോഷോ ഭഗതസ്വഭാവക വൃക്ഷാമത്താം ധർമ്മസുമൂഢചേതക യശ്രേയസ്യാ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്യേഹം ശാതിമാം താം പ്രപന്നം. ഓം ശാന്തി ശാന്തി ശാന്തി. ശ്വാസം എടുത്തുകൊണ്ട് നിവർന്നിരിക്കുക. കൈകൾ രണ്ടും കൂട്ടിത്തിരുമ. ആ ചൂട് കൈകൾ കമിഴ്ത്തി വെച്ച്, മുഖത്ത് കമിഴ്ത്തി വെച്ച് കണ്ണുകൾക്ക് പകരുക. കണ്ണുകൾ നേരിട്ട് തൊടരുത്. അങ്ങനെ 3 പ്രാവശ്യം ചെയ്യുക. 3-ാമത്തെ പ്രാവശ്യം ശിരസ്സും ശരീരവും പതുക്കെ പതുക്കെ തലോടിക്കൊണ്ട് ചിന്മുദ്രയിലേക്ക് തന്നെ മടങ്ങി വരിക. പതുക്കെ പതുക്കെ കണ്ണുകൾ തുറക്കുക.